നമ്മുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് എത്രമാത്രം പ്രാധാന്യമുള്ള കാര്യമാണെന്ന് നിങ്ങൾക്കറിയാമോ? നമ്മൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവസന്നിധിയിൽ വളരെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മുടെ തലമുറകൾ നഷ്ടപ്പെട്ടു പോയാൽ, അവർ ലോകമോഹങ്ങളിൽ കർത്താവിൽ നിന്നും അകന്ന് ഒരു നിരീശ്വരവാദിയായി മാറിയാൽ എത്ര ഭയാനകമാണല്ലേ? അപ്പോൾ നമ്മുടെ തലമുറകൾക്ക് വേണ്ടി നാം എത്രയധികം പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ ഇതൊരു വല്ലാത്ത കാലഘട്ടമാണ്. കഴിയുമെങ്കിൽ വൃതന്മാരെ കൂടി തെറ്റിച്ചു കളയുവാൻ പിശാച് തൻ്റെ സർവ്വസന്നാഹവും എടുത്ത് താൻ പോരാടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ തലമുറകൾക്ക് വേണ്ടി നമ്മൾ അധികമായി പ്രാർത്ഥിക്കണം. എനിക്കറിയാവുന്ന ചില പേരൻസ് ഉണ്ട്, ചില മാതാപിതാക്കന്മാരുണ്ട്. അവർ പ്രാർത്ഥനാ വിഷയമായിട്ട് നമ്മളോട് പറയുന്നത് അവരുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവർ ദൈവത്തിൽ നിന്നും ഒത്തിരി അകന്ന് ജീവിക്കുന്നവരാണ് എന്നൊക്കെ അവർ പറയാറുണ്ട്. അങ്ങനെ നമ്മൾ വളരെയധികം ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഇത് പറയുന്നത്. അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും, അവരുടെ വീട്ടിൽ പോയി പ്രാർത്ഥിക്കും, ആ തലമുറകളോട് നമ്മൾ സംസാരിക്കാനിടയായി തീരും. അവരോട് സംസാരിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവവചനം അവരോട് ഷെയർ ചെയ്യുകയും ചെയ്തതിൻ്റെ ഒക്കെ ഫലമായിട്ട് കുറച്ച് നാളത്തെ പ്രാർത്ഥനകൾ കൊണ്ട് അവർ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരാനിടയായി തീരും. അവർ മടങ്ങി വന്ന് കർത്താവിനെ വീണ്ടും ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവസന്നിധിയിൽ കൂടുതൽ ദൈവത്തോട് അടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ആ സമയത്ത് അവൾ വളരെയധികം പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം അങ്ങനെയുള്ള കുട്ടികൾ കാണാറുണ്ട്. അവർ കൂടുതൽ സമയം പ്രാർത്ഥിക്കുകയും മറ്റു കാര്യങ്ങളിലൊന്നും ഇടപെടാതെ പ്രാർത്ഥനയിൽ കൂടുതൽ സമയം ചെലവിടുന്നതായിട്ട് നമുക്ക് കാണാം. എന്നാൽ സംഭവിക്കുന്നത് എന്തെന്നറിയാമോ? ഈ മാതാപിതാക്കന്മാർ ആരാണോ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവർ ദൈവത്തിങ്കിൽ നിന്നും അകന്നുപോയി, അവരിപ്പോൾ ദൈവമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ നടക്കുകയാണ്. അതുകൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് കരഞ്ഞു പറഞ്ഞ ഈ മാതാപിതാക്കന്മാർ തന്നെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇവർ മടങ്ങി വന്ന് ഇവർ ദൈവത്തെ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ദൈവത്തോട് സ്തുതിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇവർ തന്നെ ഈ കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ ഈ തലമുറകൾക്കെതിരായിട്ട് സംസാരിക്കാൻ തുടങ്ങും. പിന്നെ അവർക്ക് അവരുടെ പ്രാർത്ഥന ഇഷ്ടപ്പെടത്തില്ല, അവരുടെ കയ്യടി ഇഷ്ടപ്പെടത്തില്ല, അവരുടെ ആരാധന ഇഷ്ടപ്പെടത്തില്ല, അവർ ചെയ്യുന്നതൊന്നും ഇഷ്ടപ്പെടാത്ത സാഹചര്യം ഉണ്ടാവും. പിന്നെ അവർ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ അവരെ കുറ്റം പറയാൻ തുടങ്ങും. ചില വ്യക്തികൾ പറയുന്നത് എങ്ങനെയാ, നിന്റെ ഒരു പ്രാർത്ഥന, നീ പണ്ടൊക്കെ നീ ചെയ്തത് എങ്ങനെയൊക്കെയാണ്, നീ ചെയ്ത കാര്യങ്ങളൊക്കെ നീ ഓർക്കുന്നുണ്ടോ, നീ എന്തൊക്കെ അനുസരണക്കേട് കാണിച്ചിട്ടുണ്ട്, പണ്ടൊക്കെയോ ചെയ്ത കാര്യങ്ങൾ പോലും പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ കുറെ നാളുകൾക്ക് മുമ്പ് ചെയ്ത അനുസരണക്കേടുകൾ പോലും പറഞ്ഞുകൊണ്ട് ഇവരെ ശകാരിക്കാൻ തുടങ്ങും. നീ അന്ന് ചെയ്ത അനുസരണക്കേട്, ആദ്യം നീ ഞങ്ങളെ അനുസരിക്കണം, ആദ്യം നീ ഞങ്ങളെ നോക്ക്, ഞങ്ങളെ കണ്ടുപഠിക്ക്, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് കാണ്, ഞങ്ങൾ എങ്ങനെയാണ് ബൈബിൾ വായിക്കുന്നത് കാണ്, നീ ചെയ്യുന്നതൊന്നും ശരിയല്ല, നിന്റെ അഭിഷേകം ശരിയല്ല, നിന്റെ അന്യഭാഷ ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് ഈ കുഞ്ഞുങ്ങളെ വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്യുന്നതായിട്ട് കാണാം. അവർ പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴൊക്കെ അവരോട് ഫൈറ്റിങ് ചെയ്യുന്നു. അല്ലെങ്കിൽ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ പറയും, നീ ഇപ്പൊ പ്രാർത്ഥിക്കണ്ട, ഇപ്പൊ പോയി മറ്റൊരു കാര്യം ചെയ്യേ, അല്ലെങ്കിൽ നീ മറ്റൊരു സ്ഥലത്തേക്ക് പോകും, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് അവരുടെ പ്രാർത്ഥനയെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അവരെ വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഇത് അവർക്ക് ഇങ്ങനെ ദൈനംദിന ജീവിതത്തിൽ എന്നും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അവരുടെ മാതാപിതാക്കന്മാരിൽ നിന്ന് വന്നു കഴിയുമ്പോൾ അവർ പതിയെ അവർക്ക് പ്രാർത്ഥിക്കാനുള്ള ആ ഒരു ഇൻട്രസ്റ്റ് തന്നെ കുറയാൻ തുടങ്ങും. കാര്യം അവർ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ അവരുടെ സ്വന്തം പേരൻസ് വന്ന് അവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ അവര് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, അവർക്ക് പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ തന്നെ പേടിയാണ്. കാരണം പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ പേരൻസ് വന്ന് എന്തെങ്കിലും പറയുമോ, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ പ്രാർത്ഥന ശരിയല്ല, ഇതൊന്നും ദൈവം കേൾക്കാൻ പോകുന്നില്ല, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അവർ തന്നെ കൺഫ്യൂസ്ഡ് ആകാൻ തുടങ്ങും. അവർ തന്നെ കൺഫ്യൂഷനിലേക്ക് വരും. അവർ ചോദിക്കും, ഇനി എന്തിനാ പ്രാർത്ഥിക്കുന്നത് എൻ്റെ മാതാപിതാക്കന്മാർക്ക് ഇഷ്ടമല്ല, അങ്ങനെയെങ്കിൽ പിന്നെ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? അപ്പോൾ അവർ പിന്നെ മറ്റു പല കാര്യങ്ങളിലേക്കും എൻഗേജ്ഡ് ആകാൻ തുടങ്ങും. പിന്നെ അവർ അവരുടെ കൂട്ടുകാരുമായി സമയം സ്പെൻഡ് ചെയ്യാൻ തുടങ്ങും. അവർ പുറത്തേക്ക് പോകാൻ തുടങ്ങും. അപ്പോൾ പുറത്തേക്ക് പോയി അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അവർ പ്രാർത്ഥനയ്ക്ക് സമയം സ്പെൻഡ് ചെയ്യാതെ അവർ വീട്ടുകാരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കുറയ്ക്കാൻ ശ്രമിക്കും.
ഇപ്പോൾ ഈ പേരൻസ് അറിയുന്നില്ല കുഞ്ഞുങ്ങൾ വീണ്ടും വഴുതി മാറിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് നാളുകൾക്ക് ശേഷം അവരുടെ പ്രാർത്ഥനയും നഷ്ടപ്പെടും, അവരുടെ വചനം ബൈബിൾ വായനയും നഷ്ടപ്പെടും, അവർ പിന്നെ പേരൻസിനെ അനുസരിക്കാത്തവരായി മാറും, അവരൊരു റിബല്യസ് ക്യാരക്ടറിലേക്ക് അവർ മാറും, വളരെയധികം ശാഠ്യമുള്ള തലമുറകളായി മാറും. അവർക്ക് പിന്നെ ദൈവവചനം കേൾക്കുന്ന ഇഷ്ടമില്ല, പിന്നെ അവർക്ക് പാസ്റ്റർമാരെ ഇഷ്ടമില്ല, ദൈവസഭയെ ഇഷ്ടമില്ല, അവർക്ക് പേരൻസിനെ ഇഷ്ടമില്ലാതായി മാറും, പിന്നെ അവരെ ഉപദേശിക്കുന്നത് ഇഷ്ടമല്ലാതായി മാറും. അവർ പതിയെ പതിയെ ദൈവത്തിൽ തന്നെ അകന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ അവർ പിന്നെ പ്രാർത്ഥനകൾക്കൊന്നും കയറാത്തൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ വീണ്ടും ഇതേ പേരൻസ് തന്നെ വീണ്ടും ദൈവദാസന്മാരുടെ അടുത്ത് പോവുക, എൻ്റെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവരിപ്പോൾ ദൈവത്തെ അവർ വിളിക്കുന്നില്ല, അവർ പ്രാർത്ഥിക്കുന്നില്ല, ബൈബിൾ വായിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഏതെങ്കിലുമൊക്കെ ദൈവദാസന്മാരുടെ അടുത്ത് ചെല്ലും. ദൈവദാസന്മാർക്ക് ഈ സാഹചര്യം ഒന്നും അറിയത്തില്ല, അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ഈ തലമുറകൾക്ക് വേണ്ടി. ഒരുപക്ഷെ ദൈവിക പദ്ധതിക്കകത്തുള്ള മക്കളാണെങ്കിൽ അവർ തിരിച്ചു വരും, അല്ലെങ്കിൽ അവർ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ അവർ അങ്ങനെയൊക്കെ പോയിട്ടാണ് അവർ നിരീശ്വരവാദികളുടെ കയ്യിൽ എത്തിപ്പെടുന്നത്, അല്ലെങ്കിൽ അവർ ഡ്രഗ്സിന് അഡിക്റ്റ് ആയിത്തീരുന്നത്. അവർക്ക് ഈ സുവിശേഷത്തോട് തന്നെ വിരക്തി തോന്നാൻ തുടങ്ങും, അവർക്ക് ഈ പ്രാർത്ഥിക്കുന്നവരോട് തന്നെ ഇഷ്ടമില്ലാതെ തുടങ്ങും. കാരണം അവർ രണ്ട് രീതിയിലുള്ള ക്യാരക്ടറുകൾ കാണുന്നു. പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ പറയുന്നു, പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്കെതിരായിട്ട് സംസാരിക്കുന്നു. അപ്പോൾ ഓർക്കണം, അങ്ങനെയുള്ള നിങ്ങൾ പേരൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവായി നിങ്ങളോട് കൈകൂപ്പി ഞാൻ പറയുകയാണ്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ, അവർ നന്നായിട്ട് വചനം വായിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ അവരെ ആ സമയത്ത് നിങ്ങൾ ശല്യപ്പെടുത്തരുത്, നിങ്ങൾ അവരോട് ആ സമയത്ത് ഉപദേശം പറയാൻ നിൽക്കരുത്. ദയവായി നിങ്ങൾ അവരെ പ്രാർത്ഥിക്കാൻ അനുവദിക്കുക, നിങ്ങൾ ദയവായി അവരെ വചനം വായിക്കാൻ അനുവദിക്കുക. ദൈവത്തിന്റെ ആത്മാവ് അവരോട് സംസാരിക്കും തീർച്ചയായും. ഒരുപക്ഷെ അവരുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞ ഒരു വാക്ക് അവർക്ക് അനുസരിക്കാൻ ആ സമയത്ത് ചിലപ്പോൾ കഴിഞ്ഞില്ലെന്ന് വരാം. എന്തെങ്കിലും ഒരു ഭാഗം അവരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടായിരിക്കാം. നിങ്ങൾ ആ പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളോട്, നീ അനുസരിക്കാത്ത നീ എന്തിനു പ്രാർത്ഥിക്കുന്നു? നിന്റെ പ്രാർത്ഥന ഈ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് ചെല്ലത്തില്ല. നിന്റെ പ്രാർത്ഥന ആര് കേൾക്കാനാണ്? ഒരു കർത്താവ് നിന്റെ പ്രാർത്ഥന കേൾക്കാൻ പോകുന്നില്ല. നിന്റെ കൂടെ പിശാചാണെന്ന് ഒരിക്കലും ആ തലമുറകളോട് നിങ്ങൾ പറയാൻ തയ്യാറാകരുത്. ദയവായി നിങ്ങളെ തന്നെ കൺട്രോൾ ചെയ്യുക. മാതാപിതാക്കന്മാരെ ഞാൻ നിങ്ങളോട് ദയനീയമായി ഞാൻ അപേക്ഷിക്കുകയാണ്, വിനീതമായി ഞാൻ അപേക്ഷിക്കുകയാണ്. ദയവായി നിങ്ങളുടെ തലമുറകളോട് നിങ്ങൾ അങ്ങനെ സംസാരിക്കരുത്. നിങ്ങൾ അവരെ ആത്മീയമായി മുന്നോട്ട് പോകാൻ അനുവദിക്കുക. അവർക്ക് പ്രാർത്ഥിക്കാനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. അവർക്ക് കൂട്ടായ്മ അല്ലെങ്കിൽ ഫെലോഷിപ്പിനുള്ള സാഹചര്യങ്ങൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക. അവരെ ആത്മീയമായി നിങ്ങൾ വളരാൻ നിങ്ങൾ അനുവദിക്കുക. നിങ്ങൾ അങ്ങനെ ചെയ്യുന്നെങ്കിൽ നിങ്ങളുടെ തലമുറ നിങ്ങൾ നഷ്ടപ്പെട്ടു പോകത്തില്ല. അവർ ഏറ്റവും ശ്രേഷ്ഠരായി മാറും, അവർ ഏറ്റവും മാന്യരായി മാറും. ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞിട്ട് അനുസരിക്കാത്ത പല കാര്യങ്ങളും അവർക്ക് ദൈവാത്മാവ് പറഞ്ഞു കൊടുക്കാനിടയായിത്തീരും. അവർക്ക് തന്നെ അവരുടെ തെറ്റുകൾ മനസ്സിലാകും. കാരണം അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വ്യാപരിക്കുമ്പോൾ, അവർ ദൈവവചനം വായിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം അവരോട് ഇടപെടാൻ തുടങ്ങും. ദൈവത്തിന്റെ ആത്മാവ് അവരോട് സംസാരിക്കാൻ തുടങ്ങും. നീ ചെയ്യുന്നത് തെറ്റാണ്, നീ അപ്പനും അമ്മയും പറഞ്ഞത് അനുസരിക്കാതിരുന്നത് തെറ്റാണ്, അല്ലെങ്കിൽ നീ കാണിച്ച കാര്യങ്ങൾ ശരിയല്ല എന്ന് ദൈവാത്മാവ് അവരോട് സംസാരിക്കാൻ തുടങ്ങും. നിങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയാത്ത പല പ്രശ്നങ്ങളും അവരുടെ പ്രാർത്ഥനയിലും അവരുടെ ദൈവവചന വായനയിലും അവരെ പരിശുദ്ധാത്മാവ് ദൈവവചനവും കറക്റ്റ് ചെയ്യാനിടയായിത്തീരും. അതുകൊണ്ട് നിങ്ങൾ അവരെ പ്രാർത്ഥിക്കാൻ അനുവദിക്കുക, ദൈവവചനവുമായിട്ട് നിങ്ങൾ മുമ്പോട്ട് പോകാൻ അനുവദിക്കുക. നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടം സംഭവിക്കത്തില്ല, അത് മുഖാന്തരം ഒരു നഷ്ടവും സംഭവിക്കാൻ പോകുന്നില്ല. എന്നാൽ നിങ്ങൾ അവർക്കെതിരായിട്ട് സംസാരിച്ചാൽ ഒരുപക്ഷെ എന്നേക്കുമായിട്ട് അങ്ങനെയുള്ള തലമുറകളെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകാൻ ഉള്ള സാധ്യതയുണ്ട്. എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു സഹോദരനെ കണ്ടു. വളരെ ചെറുപ്പമാണ്, ഇപ്പോൾ അവൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. അവനെ കണ്ടപ്പോൾ ഞാൻ അവന്റെ ഹെയർ സ്റ്റൈല്, അവന്റെ രീതികളൊക്കെ കണ്ടപ്പോൾ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഞാൻ അവനോട് സംസാരിച്ചപ്പോ എന്തൊരു വിശേഷങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞൊരു കാര്യം, ഞാനിപ്പോൾ ചർച്ചിലൊന്നും പോകുന്നില്ല, ദൈവമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. എന്തിനാ ചർച്ചിൽ പോകുന്നത്? വേറെ ഒരു പണിയും ഇല്ലേ? വെറുതെ കുറെ സമയം സ്പെൻഡ് ചെയ്യാൻ ചർച്ചിൽ പോയി ആരായി? ചുമ്മാ ബുദ്ധിയില്ലാത്തവരാണ് ചർച്ചിൽ പോകുന്നത്. ഇന്നൊക്കെയുള്ള രീതിയിലുള്ള അവന്റെ സംസാരങ്ങൾ വന്നപ്പോൾ ഞാൻ ആശ്ചര്യപ്പെട്ടു പോയി. കാരണം ഒരു സമയത്ത് ചർച്ചിൽ വളരെ ആക്റ്റീവായിട്ടിരുന്ന ഒരു പൈതൽ, ദൈവവചനമായിട്ട് വളരെയധികം ബന്ധമുള്ള ഒരു കുടുംബം, അവർ അധികം പ്രാർത്ഥിക്കുകയും
ആ ദൈവത്തിന് വേണ്ടി വർഷിപ്പ് ലീഡ് ചെയ്യുകയും ചർച്ചിൽ വർഷിപ്പ് ലീഡ് ചെയ്യുകയും അതുപോലെ ആത്മീയ കാര്യങ്ങളിൽ വളരെ മുന്നിട്ടൊരു കുടുംബം. അവർ പിതാവും കുഞ്ഞുങ്ങളും ഒരുമിച്ചായിരുന്നു അവർ വർഷിപ്പിന് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. അവരുടെ പിതാവിനെ എല്ലാ കാര്യത്തിലും ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിൽ ഏറ്റവും അധികം സഹായിച്ചുകൊണ്ടിരുന്നത് ഈ തലമുറകളായിരുന്നു. പക്ഷെ അവരിൽ ഒരാള് പറയുക, എന്തിന് ചർച്ചിൽ പോകണം, എന്തിന് ദൈവത്തെ ആരാധിക്കണം, എന്ത് പ്രയോജനമാണുള്ളത്, എന്ത് കിട്ടി ഇത്ര നാൾ പ്രാർത്ഥിച്ചിട്ട്, ഇതൊക്കെ ചുമ്മാ ആളുകളെ കളിപ്പിക്കാനുള്ള പരിപാടിയല്ലേ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാര്യം ഈ പയ്യൻ അല്ലെങ്കിൽ ഇവർ ആരാധിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഏറ്റവും ഉഴപ്പി നടന്നിരുന്ന സമയമാണ്. ആ സമയത്ത് ഇവർ ആരാധിച്ചുകൊണ്ടിരുന്നവരാണ്. ഇവർ അന്ന് ഒത്തിരി ചെറുതാണ്. പക്ഷെ അവർ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ആ തലമുറ ഇന്ന് എന്നോട് പറയുകയാണ്, ആ പയ്യൻ എന്നോട് പറയുക, എന്തിനാരാധിക്കണം. എന്നിട്ട് അവസാനം അവൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്, ഞാനിപ്പോൾ ഒരു നിരീശ്വരവാദി ആയിക്കൊണ്ടിരിക്കുകയാണ്, ഞാനിപ്പോൾ ഒരു എത്തീസ്റ്റാണ്, ഞാനൊരു നിരീശ്വരവാദിയാണ്. ദൈവമില്ല എന്ന് പഠിക്കുകയും അത് പറഞ്ഞ് പഠിപ്പിക്കാനുള്ള പഠനങ്ങളിൽ കൂടെ മുമ്പോട്ട് പോകുന്ന ഒരു വ്യക്തിയാണെന്ന് അവൻ എന്നോട് പറയാനിടയായിരുന്നു. എനിക്ക് വളരെയധികം വിഷമം തോന്നി. അവന്റെ അറിവില്ലായ്മ കൊണ്ട് പറയുന്നതാണ്. ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവനെ ദൈവം തിരിച്ചു കൊണ്ടുവരട്ടെ. എന്നാലും അവന്റെ ചിന്തകൾ പോയി നോക്കണം. പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ദൈവവചനം കേൾക്കുകയും എത്രയോ നാളുകൾ കേട്ട വ്യക്തി ഇപ്പോൾ തിരിഞ്ഞു ചിന്തിക്കുന്നു, ദൈവം ഇല്ല എന്ന് പറയുന്നു. പ്രിയമുള്ളവർ, ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു? നമ്മുടെ ചർച്ചിലുള്ളവരും നമ്മുടെ വിശ്വാസികളും നമ്മുടെ ദൈവദാസന്മാരും ഒക്കെ തിരിഞ്ഞു ചിന്തിക്കേണ്ട കാലഘട്ടം കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ തലമുറകൾ നഷ്ടപ്പെട്ടു പോയാൽ, നമ്മുടെ മക്കളില്ലെങ്കിൽ നാളെ സഭകൾ അസ്തമിച്ചു പോകും. തലമുറകളുടെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇറങ്ങുവാൻ പ്രാർത്ഥിക്കേണ്ടത് എത്രമാത്രം അനിവാര്യമാണ്. എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു അനുഭവം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അധികമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ എൻ്റെ ഡിഗ്രിയൊക്കെ കഴിയുന്ന ആ ഒരു കാലഘട്ടത്തിൽ ഞാൻ ചർച്ചിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ്, ഞാൻ സഭയ്ക്ക് പുറത്തേക്ക് പോകാനുണ്ടായ ഒരു സാഹചര്യം. ഇന്നും അതുപോലെ ഒത്തിരി തലമുറകൾ സഭയ്ക്ക് പുറത്തേക്ക് പോകുന്നുണ്ട്. എൻ്റെ അനുഭവം ഞാൻ ഷെയർ ചെയ്യാം. ഞാൻ സഭയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ പാമ്പാടിയിൽ തന്നെ വട്ടമലപ്പടിയിൽ സഭയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആരാധനയ്ക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ നടക്കുന്ന പല കാര്യങ്ങളും നമുക്കറിയത്തില്ല. ഞാൻ പറയുന്നത് ആരാധനയുമായിട്ട് ബന്ധപ്പെട്ടല്ല, അല്ലാതെ സഭയിൽ പാസ്റ്റർ അല്ലെങ്കിൽ കമ്മിറ്റിക്കാര് അങ്ങനെ ചുമതലയിൽ നിൽക്കുന്ന വ്യക്തികളുടെ ഇടയിൽ നടക്കുന്ന പ്രശ്നങ്ങളൊന്നും ഞങ്ങൾക്കറിയില്ല. ഒരു ദിവസം ഞാൻ ആരാധനയ്ക്ക് 10 മണിക്ക് അവിടെ വന്ന് ആരാധനയ്ക്ക് വന്നിരിക്കുന്ന സമയത്ത് ദൈവദാസൻ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ ഒരു വിഭാഗം ആളുകൾ എഴുന്നേൽക്കുന്നു. അതിനകത്ത് എൻ്റെ റിലേറ്റീവ്സ് ഉണ്ട്, എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരുണ്ട്. അവരെഴുന്നേറ്റിട്ട് പറയുന്നു, ചില കാര്യങ്ങൾ ഉന്നയിക്കുകയാണ്, സഭാരാധന തുടങ്ങാൻ വരട്ടെ. അപ്പോ പാസ്റ്ററും ഒരു കൂട്ടം ആളുകളും ആരാധന തുടങ്ങി പാട്ട് പാടി ആരാധിക്കുമ്പോൾ ഒരു കൂട്ടം എഴുന്നേറ്റിട്ട് പറയുക, ആരാധന തുടങ്ങാൻ വരട്ടെ, ഒരു ചില തീരുമാനങ്ങൾ എടുക്കാനുണ്ട്, തീരുമാനങ്ങൾ എടുത്തതിന് ശേഷം നമുക്ക് ആരാധന നമുക്ക് തുടരാം എന്ന് പറഞ്ഞ്, അപ്പൊ അത് കേൾക്കാതെ പാസ്റ്ററും ഒരു കൂട്ടവും ആരാധിക്കുന്നു. അപ്പൊ ഇവര് വളരെയധികം ഒച്ച വെച്ചപ്പോ പിന്നെ പെട്ടെന്ന് അവർ ആരാധന സ്റ്റോപ്പ് ചെയ്തു. ആരാധന സ്റ്റോപ്പ് ചെയ്തപ്പോൾ ഈ ഒരു വിഭാഗം ആളുകൾ പറഞ്ഞു, സഭയുമായിട്ടുള്ള ബന്ധപ്പെട്ട ചില ക്രമീകരണങ്ങൾ, ആ സ്ഥലവുമായിട്ടുള്ള ബന്ധപ്പെട്ട ചില ക്രമീകരണങ്ങൾ, അതിനൊക്കെ ഇപ്പോൾ തീരുമാനം ഉണ്ടാക്കണം. ഇപ്പോൾ തീരുമാനം ഉണ്ടായില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ അതിനൊരു തീരുമാനം ഉണ്ടായി ഇവർ അതിന് കറക്റ്റായിട്ട് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ഈ സഭ ഇവിടെ നിന്ന് മാറ്റുകയാണ്, മറ്റൊരു റൂമിലേക്ക് സഭയുടെ ആരാധന മാറ്റാൻ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ സഭയിലെ പാസ്റ്ററായിട്ടിരിക്കുന്ന വ്യക്തിയും ഈ വിഭാഗത്തിന്റെ കൂടെയാണ്. സോറി, ഞാൻ പറഞ്ഞപ്പോൾ അല്പം തിരിഞ്ഞുപോയി. സഭയിലെ പാസ്റ്ററായിട്ടിരിക്കുന്ന വ്യക്തിയും ഈ വിഭാഗത്തിന്റെ കൂടെയാണ്. ആദ്യം പ്രാർത്ഥിച്ച് ആരാധന തുടങ്ങിയെങ്കിലും പാസ്റ്ററും ഇവരോടൊപ്പമായിരുന്നു. എങ്കിലും അവിടെ നിന്നിരുന്ന മറ്റൊരു ഗ്രൂപ്പ് ഉണ്ട്, അവരുടെ കൂട്ടത്തിൽ ഒരു ലീഡർ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു, ഇല്ല, നമുക്ക് ആരാധനയ്ക്ക് ശേഷം തീരുമാനിക്കാം. എന്നാൽ പാസ്റ്റർ അടക്കമുള്ള മറ്റു വിഭാഗം പറഞ്ഞു, ഇല്ല, അങ്ങനെ നടക്കില്ല, ഇപ്പോൾ തന്നെ തീരുമാനിക്കണം. അതിന് തീരുമാനം ഉണ്ടായിട്ടേ ഉള്ളൂ ഇവിടുത്തെ ആരാധന കണ്ടിന്യൂ ചെയ്യുകയുള്ളൂ. അല്ലെങ്കിൽ ഇവിടുത്തെ ആരാധന, ഇവിടുത്തെ ഈ ചർച്ചിന്റെ ഔദ്യോഗികമായിട്ടുള്ള നേതൃത്വം എന്ന നിലയിൽ ഞങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുകയാണ്. അപ്പൊ ഈ നേതൃത്വം എന്ന് പറയുമ്പോൾ അതിനകത്ത് ചുരുക്കം ചിലര് അതിന് പാസ്റ്ററും അവരുമായിട്ട് ഒരുമിച്ച് നിൽക്കുന്നു. മറ്റു ചില നേതൃനിരയിലുള്ളവർ ഇവിടെ എതിർഭാഗമായിട്ട് നിൽക്കുകയാണ്. ഇങ്ങനെ സംഭവിക്കുന്നു.
ലാസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാഗ്വാദങ്ങൾ നടക്കുന്നു, വളരെ തർക്കങ്ങൾ നടക്കുന്നു, വളരെ ഉച്ചത്തിലുള്ള സംസാരങ്ങൾ. ഇതൊരു സാധാരണ രീതിയിലുള്ളതല്ല, വളരെ ഉച്ചത്തിൽ, ഒരു പരിസര ബോധം എന്ന് പറയുന്ന ഒരു ലെവലേശമില്ലാതെ, സത്യം പറഞ്ഞാൽ ഒരു ബോധവും ഇല്ലാതെ ഇവിടെ ഭയങ്കര തർക്കം നടക്കുകയാണ്. ഞായറാഴ്ച ആരാധന തുടങ്ങേണ്ട 10 മണിക്ക് ശേഷം 10:30 ആയപ്പോൾ വളരെ തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒച്ചയും ബഹളവും എന്ന് പറയുന്നത് ഭയങ്കര ഉച്ചത്തിലായതുകൊണ്ട് തൊട്ടയൽവക്കത്തിലുള്ള ആളുകൾ, മറ്റ് വിഭാഗങ്ങളിലുള്ളവരെല്ലാം പുറത്തിറങ്ങി ഇവിടെ വലിയ പ്രശ്നം നടക്കുകയാണ്. താഴെ ചർച്ചിൽ വലിയ അടി നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മറ്റ് അയൽവക്കംകാരെല്ലാം പുറത്തിറങ്ങി നോക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ അകത്തിരിക്കുന്ന ഞങ്ങൾ ഇതൊന്നും അറിയുന്നില്ല. അപ്പോൾ പുറത്തു മുഴുവൻ ആൾക്കൂട്ടമായി. ആളുകളെല്ലാം ഈ അവിടെ തോട്ടങ്ങളിലും അവരുടെ വീടിന്റെ മുറ്റങ്ങളിൽ നിന്ന് ഇതെല്ലാം വീക്ഷിച്ചുകൊണ്ടും ശ്രവിച്ചുകൊണ്ടും നിൽക്കുന്നു. കുറെ നേരത്തെ തർക്കത്തിനും വാദത്തിനും ഒടുവിൽ ഈ പ്രബല വിഭാഗം തീരുമാനമെടുത്തു, സഭ ഇവിടുന്ന് മാറ്റുകയാണ്. മറ്റേ വിഭാഗം പറഞ്ഞു ഇല്ല, ആരാധന ഇവിടെ തുടരുകയാണ്. അവർ പറഞ്ഞു ഓക്കെ, ഞങ്ങളെന്നാ ഇവിടുന്ന് പോകുന്നു, ഞങ്ങളോടൊപ്പം വരുന്നവർക്ക് വരാം. സഭയിലെ അങ്ങനെ ഒരു തീരുമാനം എടുത്ത് പാസ്റ്ററും ഞങ്ങളുടെ കുടുംബം അടക്കം കുറെ വിഭാഗങ്ങൾ അങ്ങനെ അവിടുന്ന് എഴുന്നേറ്റ് പോരുന്നു. അവർ എഴുന്നേറ്റ് പോരുന്നു എന്ന് പറഞ്ഞാൽ അവരവിടുത്തെ ചെയറുകള്, ചില കസേരകള് അല്ലെങ്കിൽ ചില ടേബിളുകൾ എടുത്തുകൊണ്ട് അവിടുത്തെ ഡോക്യുമെന്റ്സ്, അതുവരെയുള്ള അവിടുത്തെ തീരുമാനങ്ങൾ, എഴുത്തുകുത്തുകൾ എല്ലാം ചെയ്തുകൊണ്ട് ഡോക്യുമെന്റ്സ് ഇതെല്ലാം എടുത്തുകൊണ്ട് സെക്രട്ടറി അടക്കം അവിടുന്ന് ഒരു വിഭാഗം ചില മേശകളും കാര്യങ്ങളും അവിടുത്തെ സഭയുടേതായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഒരു വിഭാഗം ഇറങ്ങിപ്പോകുന്നു. ഞാൻ ഞെട്ടിപ്പോയി. ഞാനടക്കം ചില യുവാക്കന്മാർ, യുവതികൾ അല്ലെങ്കിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അടക്കം കുറെ പേർ ഞങ്ങൾക്ക് ഈ വിഭാഗത്തിന്റെ കൂടെ പോരേണ്ടതായിട്ട് വരുന്നു. ഞാനും ആ കൂട്ടത്തിൽ ഇറങ്ങി പോരുകയാണ്. ഞാൻ ഈ കൂട്ടത്തിൽ ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഞങ്ങളുടെ ബന്ധുക്കളായിട്ടുള്ള ചിലരൊക്കെ സഭയ്ക്കകത്തിരിപ്പുണ്ട്. അവർ പറഞ്ഞു പോകേണ്ട കാര്യമില്ല, ഇവിടെ സഭാരാധന തുടരുന്നു. അങ്ങനെ ഒരു ഗ്രൂപ്പ് അവിടെ ആരാധന തുടരാനുള്ള ക്രമീകരണങ്ങൾ ചെയ്ത് അവർ വീണ്ടും മറ്റൊരു ടേബിളൊക്കെ വെച്ച് അവരവിടെ ആരാധന തുടരുകയാണ്. അവർ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. ഈ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നു. ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ കാണുന്ന കാഴ്ച, ചുറ്റും വളരെ ആൾക്കൂട്ടം നിൽക്കുകയാണ്. ഞങ്ങൾ വഴി കൂടെ നടന്നു പോരുമ്പോൾ ഈ വഴിയുടെ പല സ്ഥലത്തും ആളുകൾ നിന്ന് ചിരിച്ചുകൊണ്ട് പലതും പറഞ്ഞുകൊണ്ട് ഞാൻ അതൊക്കെ ശ്രദ്ധിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ എനിക്ക് സത്യത്തിൽ ആ ഭൂമി അങ്ങ് പിളർന്നിട്ട് താഴേക്ക് ഇറങ്ങിപ്പോയാൽ മതി എന്ന് തോന്നിപ്പോയി. കാരണം അത്രയ്ക്ക് ഞാൻ ലജ്ജിതനായി താഴേക്ക് നോക്കി ഞാൻ പോരുകയാണ്. കാര്യം നമ്മൾ അന്ന് ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് ഒത്തിരി മറ്റു വിഭാഗങ്ങളിലുള്ള ആളുകളുമായിട്ട് കൂട്ടുകെട്ടുകൾ ഉണ്ടെങ്കിലും അവിടെയൊന്നും ഇത്രയും അധപ്പതിച്ച ഒരു രീതി നമ്മൾ കണ്ടിട്ടില്ല. എന്നാൽ ദൈവവുമായിട്ട് അടുത്ത് നിൽക്കുന്നവരെന്ന പേരുള്ളവർ, ദൈവവുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവർ, ഞങ്ങൾ ദൈവത്തിന്റെ ഏറ്റവും അടുത്തവരാണെന്നും ദൈവം ഞങ്ങളുടെ കൂടെയാണെന്നും വാദിക്കുന്നവർ, മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരണം എന്ന് പറയുകയും അത് പ്രഘോഷിക്കുകയും സുവിശേഷം പറയുകയും ഒക്കെ ചെയ്യുന്നവർ, മറ്റുള്ളവർക്ക് മാതൃകയാകേണ്ടവർ, മറ്റ് സമൂഹത്തിന് മാതൃക കാണിച്ചു കൊടുക്കേണ്ടവർ ഇവിടെ ഭയങ്കര അലമ്പുണ്ടാക്കി ഇറങ്ങിപ്പോകുന്നു. ആ കൂട്ടത്തിൽ ഇറങ്ങിപ്പോയപ്പോൾ ഞാൻ ഏറ്റവും ലജ്ജിതനായിട്ട്, ഇപ്പോഴും എൻ്റെ ഓർമ്മയിൽ അതുണ്ട്. ഞാൻ വളരെ ലജ്ജിതനായി ഈ കൂട്ടത്തിന്റെ കൂടെ പോകുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ താഴേക്ക് മാത്രം കുനിഞ്ഞു നോക്കിക്കൊണ്ട് ഞാൻ ഈ കൂട്ടത്തിന്റെ കൂടെ പോയി വട്ടമലപ്പടിയിലുള്ള ആ വളവിന്റെ അവിടെയുള്ള ഒരു ബിൽഡിങ്ങിൽ, ഇതൊക്കെ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. ഓർക്കണം, ഇവരൊക്കെ കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. ഞാൻ ഓർക്കുന്നത് ഇത് എങ്ങോട്ടായി പോകുന്നത്, എന്താണ് ഉദ്ദേശിച്ചത് നമുക്കറിയത്തില്ല. ഞങ്ങൾ ഇവരുടെ കൂടെ പോവുക. അപ്പൊ ഇവർ തലേ ആഴ്ച തന്നെ ഇതെല്ലാം സംസാരിച്ചുറപ്പിച്ച് അവിടെ മറ്റൊരു റൂമൊക്കെ സെറ്റ് ചെയ്ത് അതിന്റെ റൂമൊക്കെ എടുത്ത് എല്ലാം റെഡിയാക്കി ഇട്ടിരിക്കുക. നമ്മളിതൊന്നും അറിയുന്നില്ല. അവിടെ ചെല്ലുമ്പോഴാണ് അറിയുന്നത് ഇതൊക്കെ ഇങ്ങനെ ക്രമീകരിച്ച് വെച്ചിട്ടുണ്ടെന്ന്. അങ്ങനെ ആ റൂമിൽ കയറി അവിടെ ആരാധന തുടങ്ങുന്നു. ക്രമീകരണങ്ങളൊക്കെ ചെയ്തു. പെട്ടെന്ന് അവിടെ ആരാധനയ്ക്ക് മുമ്പ് ആരാധന നടത്തിയതിനു ശേഷം അവിടെ ഒരു മീറ്റിംഗ് നടത്തി. പെട്ടെന്ന് സെക്രട്ടറി അടക്കം കമ്മിറ്റിക്കാരെ എല്ലാം തിരഞ്ഞെടുത്തു. അവിടെ ക്രമീകരണങ്ങളൊക്കെ നടത്തി. അപ്പോൾ ആ സമയത്ത് ഞാൻ അവരോട് പറഞ്ഞു, ഇത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്തത്. ഇവിടെ അത്രയും ആളുകൾ നോക്കി നിൽക്കെ ഇങ്ങനെ സഭ പിളർത്തി ഇത്രയും മോശമായിട്ട്, അതും ഈ ആരാധനയുടെ ഇടയിൽ. അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു സമയത്ത് നിങ്ങൾക്ക് ചെയ്യാമായിരുന്നു.
ആരും അറിയാത്ത രീതിയിൽ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാമായിരുന്നു. മറ്റുള്ളവർ അറിയാത്ത രീതിയിൽ, ഒരു നാണക്കേട് ഇല്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അല്ല ഇത് അങ്ങനെ നടക്കേണ്ടതാണ്, അവർ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയത്തില്ല, അവരെന്തൊക്കെ മോശമായിട്ടുള്ള കാര്യം. ഞാൻ പറഞ്ഞു, എന്തൊക്കെ മോശമാണെങ്കിലും നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടല്ലോ, പറഞ്ഞു തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടല്ലോ, നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന കാര്യങ്ങൾ പറഞ്ഞു തീർക്കണമായിരുന്നു. ഇത് വളരെ നാണക്കേടായി പോയില്ലേ, എല്ലാവരുടെ മുമ്പിലല്ലേ ഇറങ്ങിപ്പോയതെന്ന് ചോദിച്ചപ്പോൾ അവർക്കതൊന്നും ഒരു ഒരു പ്രശ്നമേ അല്ല. അവർ ചോദിക്കുകയാണ്, എന്ത് നാണക്കേട്, എന്താണ് നാണക്കേട് ഉണ്ടായത്? അവിടെ നിന്ന് നമ്മൾ പോകുന്നു, നമ്മളിവിടെ ആരാധന തുടങ്ങുന്നു, നമ്മളാണ് ഔദ്യോഗികമായിട്ടുള്ള സഭ, നമ്മളാണ് ശരിക്കുമുള്ള സഭ, ഇതാണ് ഒറിജിനൽ സഭ, അവർ എന്തോ തട്ടിക്കൂട്ട് കാണിക്കുന്നു, അത് സഭയല്ല എന്നൊക്കെ അവർ പറഞ്ഞ് പല വാദങ്ങളും നിരത്തി. അവർക്കതൊന്നും മനസ്സിലായില്ല എന്താണ് നാണക്കേട് എന്ന് അവർക്ക് മനസ്സിലായില്ല. പക്ഷെ ഞങ്ങളെപ്പോലുള്ള തലമുറകൾ നാണം കെട്ടാണ് അവിടെ നിന്ന് കടന്നു വന്നത്. എന്നാൽ സംഭവിച്ചു കേൾക്കണോ, ഞാൻ അന്നേരം അവരോട് ഒരു വാക്ക് പറഞ്ഞു, ഓക്കെ എനിവേ നമ്മൾ ഇവിടെ വന്നു, ഇനി ഈ സഭയിൽ ഒരു പ്രശ്നം ഉണ്ടാകരുത്, നമ്മൾ വളരെ സ്നേഹത്തിൽ പോകണം. അവിടെ നടന്നതുപോലെ ഒരു വളരെയധികം പബ്ലിക് എല്ലാം കേൾക്കുന്ന തരത്തിലുള്ള ഒരു വാക്ക് തർക്കങ്ങളോ മറ്റൊന്നും ഉണ്ടാകാതെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകരുത്. ഇനി ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായാൽ ഞങ്ങൾ സഭയ്ക്കകത്തുണ്ടാകത്തില്ല, ഞാൻ സഭയ്ക്കകത്തുണ്ടാകത്തില്ല, ഞാൻ പ്രാർത്ഥനയ്ക്ക് വരത്തില്ല എന്ന് പറയാനിടയായിരുന്നു. അവർ പറഞ്ഞു, ഇനി ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല, ഇവിടെ അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടാകാൻ പോകുന്നില്ല, ഇവിടെ നമ്മൾ ശക്തമായ ദൈവത്തെ ആരാധിക്കും. ഓക്കെ, അങ്ങനെ അവരോടൊപ്പം ആരാധന തുടങ്ങി. അങ്ങനെ ചില ആഴ്ചകൾ പോയി. എനിക്ക് തോന്നുന്നു 2-3 മാസം കഴിഞ്ഞപ്പോൾ ഇവിടെ അവിടുത്തതിനേക്കാൾ അപ്പുറമുള്ള പ്രശ്നം ആരംഭിക്കാൻ തുടങ്ങി. ചില വ്യക്തികൾക്ക് തമ്മിൽ പല കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല, തമ്മിൽ വാക്കുതർക്കങ്ങളാകാൻ തുടങ്ങി, തമ്മിലുള്ള വാക്കേറ്റങ്ങളായി, പ്രസംഗത്തിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്താൻ തുടങ്ങി, ഒത്തുവാക്യവും കുത്തുവാക്യവും ഒക്കെ എടുത്ത് പ്രസംഗിക്കാൻ തുടങ്ങി. നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇത് ആർക്കിട്ടാണ് ഈ സംഭവം വെച്ച് ഗീച്ചിക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. കാര്യം അത് ആർക്കും മനസ്സിലാകുന്ന തരത്തിലാണ് പ്രസംഗങ്ങൾ പോകുന്നത്. ഒരാൾ ഒരു പ്രബോധനം പറഞ്ഞാൽ അതിനെ വെട്ടുന്ന തരത്തിലുള്ള പ്രബോധനങ്ങൾ അടുത്ത വ്യക്തി പറയുന്നു, അതിന്റെ അടുത്ത വ്യക്തി ഇതിനെല്ലാം ഖണ്ഡിച്ചുകൊണ്ട് അടുത്ത വ്യക്തി പറയുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് പാസ്റ്റർ എഴുന്നേറ്റിട്ട് ഇതിനെല്ലാം ഖണ്ഡിച്ചുകൊണ്ട് ഒരു പ്രസംഗം നടത്തുന്നു. ഇങ്ങനെ തമ്മിൽ യാതൊരു ഐക്യതയും ഇല്ലാതെ ഒരു വല്ലാത്ത രീതിയിലുള്ള ആത്മീയ ശുശ്രൂഷ മുമ്പോട്ട് പോവുക. ആത്മീയ ശുശ്രൂഷ എന്ന് പറയാൻ പറ്റില്ല, കാര്യം അത് ജഡത്തിലുള്ള ശുശ്രൂഷ തന്നെയാണ്. കാര്യം വചനം എടുത്ത് തമ്മിൽ വെട്ടുകയും കുത്തുകയും ചെയ്യുന്നത് ആത്മീയ ശുശ്രൂഷ എന്ന് ഒരു തരത്തിലും നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റത്തില്ല. ജഡത്തിലുള്ള ശുശ്രൂഷ വളരെയധികം ശക്തമായിട്ട് അവിടെ വെളിപ്പെട്ടുകൊണ്ടിരുന്നു. ഈ ജഡത്തിലുള്ള ശുശ്രൂഷ വെളിപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ മുമ്പോട്ട് പോയി. അങ്ങനെ ഇങ്ങനെ പ്രാർത്ഥനകളും കാര്യങ്ങളും എല്ലാം മുമ്പോട്ട് പോവാ. ഞാനും വിചാരിച്ചു ഇതൊക്കെ ശരിയാകും എന്ന് വിചാരിച്ചു. പക്ഷെ കുറച്ച് നാളുകൾ മുമ്പോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഇത് ഭയങ്കര പരസ്യമായിട്ടുള്ള അടിയിലേക്ക് വരാനിടയായി തീർന്നു. അത് ഇതുപോലെ തന്നെ ആരാധനയ്ക്കിടയ്ക്ക് ഭയങ്കര പ്രശ്നമായി. ഒരാൾ പറഞ്ഞതിന് തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളായി, ആരാധന നിർത്തിവെച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദങ്ങളായി, തമ്മിൽ പറയാൻ തുടങ്ങി. ഇതിന് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം വളരെയധികം ശബ്ദം വെച്ചുകൊണ്ട് വളരെ പ്രോബ്ലങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. എന്ത് സംഭവിച്ചെന്നറിയാമോ? ഇതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം എന്ത് സംഭവിച്ചോ അതുപോലെ തന്നെ നാട്ടുകാരെല്ലാം അവിടെ ഇറങ്ങി, അവർ പുറത്തിറങ്ങി കേൾക്കാൻ തുടങ്ങി. ഓർക്കണം, KK റോഡിന്റെ സൈഡിൽ തന്നെ ആയിട്ടും ഇത്രയും വണ്ടികൾ പോകുന്ന ശബ്ദം ഉണ്ടായിട്ടും അതിനും മുകളിൽ ഇവർ ഒച്ച വെച്ചത് കൊണ്ട് തന്നെ, ശബ്ദം ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ആ നാട്ടിലുള്ളവർ, അടുത്ത് താമസിക്കുന്നവരൊക്കെ ഇത് അറിഞ്ഞു. അവരെല്ലാം വീടിന്റെ മുറ്റത്ത്, അവരെല്ലാം ചർച്ചിൽ എന്താ സംഭവിക്കുന്നത്, ഇവിടെ ഭയങ്കര അടി ഉണ്ടാകുന്നു, ഇവിടെ ഭയങ്കര വിഷയം ഉണ്ടാകുന്നു എന്ന് കണ്ടുകൊണ്ട് അവരെല്ലാം പുറത്തിറങ്ങി നിൽക്കാൻ തുടങ്ങി. അപ്പോ അപ്പോഴും ഇതുപോലെ ഞങ്ങൾ അറിയുന്നില്ല പുറത്തൊക്കെ ആളുകളുണ്ടെന്ന്. എന്നാൽ ഇത് സഹിക്കാൻ പറ്റാതെ വന്നപ്പോൾ, ഈ പ്രശ്നം സഹിക്കാൻ പറ്റാതെ വന്നപ്പോൾ, ഇനി ആരാധന തുടരാൻ പോകുന്നതിൽ ഏകദേശം 12:30-1 മണിയൊക്കെ ആയി. ഓക്കെ, ഇവരെന്തെങ്കിലും കാണിക്കട്ടെ എന്നോർത്തുകൊണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, ഞാൻ പുറത്തിറങ്ങി നോക്കുമ്പോൾ കാണുന്ന കാഴ്ച, അവിടുത്തെ എല്ലാം വീടുകളുടെ പുറത്ത് ആൾക്കാർ നിന്ന് ചിരിച്ചുകൊണ്ട് അവർ പറയുക ഈ സഭയിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച്. ഇതൊക്കെ കണ്ടുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങിച്ചെന്ന് അവരുടെ മുമ്പിൽ ചെന്ന് പെട്ടത് ഞാനായിരുന്നു. എനിക്ക് വളരെ ലജ്ജ തോന്നി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, അകത്ത് കയറണോ പുറത്തോട്ട് പോകണോ, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഞാൻ കണ്ണടച്ച് അവിടെ നിന്ന് ഇറങ്ങി പോരുകയായിരുന്നു. അകത്തോട്ട് തിരിച്ച് കയറാൻ പറ്റത്തില്ല, കാരണം അതുപോലെ പ്രശ്നം അകത്ത് നടന്നുകൊണ്ടിരിക്കുക. എങ്ങനെ കയറും? പിന്നെ നിവൃത്തിയില്ലാതെ പുറത്തേക്ക് ഇറങ്ങി ഒരൊറ്റ പോക്കാണ് അവിടെ നിന്ന്. അന്ന് ഞാൻ തീരുമാനമെടുത്തു, ഇനി മേലാൽ ചർച്ചിലേക്ക് പോകത്തില്ല. കാരണം ഇവരെല്ലാം കള്ളത്തരം കാണിക്കുന്നവരാണെന്നും ഇവർ പ്രസംഗിക്കുന്നതൊന്നും പ്രവർത്തിക്കുന്നത് മറ്റൊന്നുമാണെന്നും
ഞാൻ ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇനി ഇങ്ങനെയുള്ള കള്ളത്തരത്തിന് കൂട്ടുപിടിക്കാൻ ഞാനില്ല, ഇങ്ങനെയുള്ള സഭയ്ക്കകത്തേക്ക് പോകാൻ ഞാനില്ല. കാരണം ഇവർ പ്രസംഗിക്കുന്നത് ദൈവ സ്നേഹത്തെക്കുറിച്ചും ക്ഷമിക്കണം എന്നുള്ളതിനെ കുറിച്ചും പ്രസംഗിക്കുകയും അതിന് വിരുദ്ധമായി സഭയ്ക്കകത്ത് കാണിക്കുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ ഹൃദയത്തിനകത്ത് ഭയങ്കര വേദന തോന്നി. ഞാൻ പറഞ്ഞു, ഇതിനേക്കാൾ എത്രയോ ഭേദമാണ് ചന്തയിലുള്ളവർ അല്ലെങ്കിൽ മറ്റു സമുദായക്കാർ, മദ്യപിക്കുന്നവർ. അവർ തമ്മിൽ മദ്യപിക്കുന്നവരാണെങ്കിൽ പോലും അവർ തമ്മിൽ ഒരു ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ അവരൊരു ബോട്ടിൽ മേടിച്ച് വെച്ചിട്ട് അവർ രണ്ടെണ്ണം അടിച്ചു കഴിയുമ്പോൾ അവർ പറയും, അളിയ പോട്ടെ, ക്ഷമിക്കാം, അങ്ങനെ പറ്റിപ്പോയി. അവർ തമ്മിൽ ക്ഷമിച്ച്, അവർ തമ്മിൽ കെട്ടിപ്പിടിച്ച്, അവർ സ്നേഹത്തോടെ, ഇന്നലെ വഴക്കുണ്ടാക്കിയവർ ഇന്ന് ഒരുമിച്ച് കള്ളും കുടിച്ച് അവർ ഒരുമിച്ച് സ്നേഹത്തോടെ പോകുന്നത് നമുക്ക് കാണാം. എന്നാൽ ആത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചു എന്ന് പറയുന്നവർ, അന്യഭാഷ പറയുന്നവർ തമ്മിൽ അവർക്ക് സ്നേഹിക്കാൻ കഴിയുന്നില്ല, അവർക്ക് തമ്മിൽ കരുതാൻ കഴിയുന്നില്ല. ചിന്തിച്ചു, മരിച്ചേക്കാം, അതിനുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയെങ്കിലും ഒക്കെ ചെയ്യാം എന്നൊക്കെ ചിന്തിച്ചു. പക്ഷേ അപകടമൊന്നും സംഭവിച്ചില്ല. ദൈവത്തിന് എന്നെ കുറിച്ചൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പ്രിയമുള്ളവർ, ഇത് കേൾക്കുമ്പോൾ തന്നെ ഞാൻ ആത്മാവിൽ ഒരു ദൂത് നിങ്ങളോട് പറയാം. നിങ്ങളെക്കുറിച്ച് ദൈവത്തിനൊരു പ്ലാൻ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ മേലൊരു വിളി കിടപ്പുണ്ടെങ്കിൽ, നിങ്ങളുടെ മേൽ ചില പ്രാർത്ഥനകൾ കിടക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒരിക്കലും തകർന്നു പോകത്തില്ല, നിങ്ങളുടെ തലമുറകളും തകർന്നു പോകത്തില്ല. ദൈവം അവരെ മടക്കി കൊണ്ടുവരിക തന്നെ ചെയ്യും. എത്ര വലിയ പാപത്തിനകത്തകപ്പെട്ടാലും, എത്ര പൈശാചിക ബന്ധനങ്ങൾക്കകത്താണെങ്കിലും ഒരിക്കലും അവർ തിരിച്ചു വരത്തില്ലെന്ന് നിങ്ങളോട് 100 വട്ടം പറഞ്ഞാലും ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ പ്രാർത്ഥന വളരെ സ്ട്രോങ് ആണെങ്കിൽ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കന്മാരാണെങ്കിൽ, തലമുറകൾക്ക് വേണ്ടി കരയുന്നവരാണെങ്കിൽ, ഞാൻ നിങ്ങളോട് ദൂത് പോലെ വിളിച്ചു പറയാം, നിങ്ങളുടെ തലമുറ മടങ്ങി വരിക തന്നെ ചെയ്യും. ആമേൻ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ടായിരുന്നു, എൻ്റെ മാതാപിതാക്കന്മാരും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അവരുടെ ഭാഗത്ത് മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിലും അവരും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അനേക ദൈവദാസന്മാർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇതിനെയൊന്നും പ്രാധാന്യം കൊടുത്തില്ല. അതിനുശേഷം എനിക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായി, വലിയൊരു ആക്സിഡന്റ് ആണ് ഉണ്ടായത്. ആ ആക്സിഡന്റ് ഉണ്ടായി വീട്ടിൽ കിടക്കുന്ന സമയത്ത് പാസ്റ്റർമാരെന്നെ കാണാൻ വരാൻ ഞാൻ സമ്മതിക്കത്തില്ലായിരുന്നു. ഞാൻ പറയും, എനിക്കറിയാം ഇവർ വന്നാൽ എന്താ പറയാൻ പോകുന്നു. നീ ഇപ്പൊ തെറ്റ് ചെയ്തു, നീ പാപത്തിൽ അകപ്പെട്ടു പോയി, നീ ദൈവത്തിൽ നിന്ന് അകന്നു പോയി, അതുകൊണ്ട് നിനക്ക് സംഭവിച്ചതാണ്, ഇത് പറയാനാണ് ഇവർ വരുന്നത്. അപ്പൊ എന്റെ ചിന്ത എന്നാ, ഈ കള്ളത്തരം കൊള്ളിവെപ്പും സകല കൊള്ളരുതായ്മയും കാണിച്ചിട്ട് വന്ന് നമ്മളെ ഉപദേശിക്കാൻ വന്ന് നിൽക്കുക. അപ്പൊ ഇവരുടെ ഞാൻ ഇങ്ങനെയൊന്നുമല്ല പറഞ്ഞത്, അല്പം കൂടെ മോശമായ ഭാഷയിലാണ് സംസാരിച്ചതെങ്കിലും ഞാൻ പറഞ്ഞു, ഒരൊറ്റ പാസ്റ്റർമാരെയും വീട്ടിലോട്ട് കയറ്റണ്ട, ഒരാളും എന്നോട് സംസാരിക്കാൻ പറയണ്ട. ഉപദേശം പറഞ്ഞ് ആരെങ്കിലും ഇതിനകത്ത് കയറിയാൽ അവര് നല്ല രീതിക്ക് പോകത്തില്ല, അവരെ ഞാൻ ഇവിടുന്ന് പറപ്പിക്കും എന്ന് തന്നെ പറഞ്ഞതുകൊണ്ട് തന്നെ പ്രത്യേകം അധികം ആൾക്കാരൊന്നും എന്നെ കാണാൻ വരികയോ എന്നെ ഉപദേശിക്കാനും ആരും തയ്യാറായില്ല. കാര്യം അന്നത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഒരു കുഞ്ഞാടായിട്ട് നിൽക്കുന്ന ഒരു സമയമല്ലായിരുന്നു. അല്പം വളരെ ദേഷ്യത്തോടു കൂടെ തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ഒരു സമയമായതുകൊണ്ട് ആരും പ്രത്യേകിച്ച് ഉപദേശിക്കാനൊന്നും വന്നില്ല. വഴി വെച്ച് കണ്ടപ്പോഴും ആരും പ്രത്യേകിച്ച് ഉപദേശമൊന്നും പറഞ്ഞില്ല. നമ്മളുടെ ആരോഗ്യത്തെക്കുറിച്ച് ചോദിച്ച് പോയ ഒരു സമയമാണ്. അപ്പോൾ നമുക്ക് അതിനെ താല്പര്യമുള്ളായിരുന്നു. ആരുടെയും പ്രത്യേകിച്ച് ഉപദേശമൊന്നും വേണ്ട. കാര്യം അത്യാവശ്യം ബൈബിളൊക്കെ ചെറുപ്പകാലം മുതൽ പ്രസംഗങ്ങളൊക്കെ കേൾക്കുക, ഒരാൾ കുറിവാക്യം എടുത്ത് പ്രസംഗിച്ചാൽ ആ പ്രസംഗം എവിടം വരെ പോകും എന്നൊക്കെയുള്ള കാര്യം നമുക്ക് ചെറുപ്പം മുതൽ പ്രസംഗം കേൾക്കുന്നതുകൊണ്ട് നമുക്കറിയാം. അതുകൊണ്ട് ഇവർ പറയാൻ പോകുന്നതും ഇവരെന്താണ് വചനത്തിൽ കൂടെ പറയാൻ പോകുന്നതൊക്കെ നമുക്കറിയാവുന്നത് കൊണ്ട് തന്നെ അത് പ്രത്യേകിച്ച് താല്പര്യമില്ലായിരുന്നു. അങ്ങനെ പറഞ്ഞ് അവരെ ഒഴിവാക്കാൻ ശ്രമിച്ചു. അങ്ങനെ ഒഴിവാക്കിയതിന് ശേഷം വീണ്ടും നമ്മുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയൊക്കെ പോകാമോ ആ രീതിയിലൊക്കെ പോയിക്കൊണ്ടിരുന്നു. എങ്കിലും അകത്ത് നമുക്കൊരു ദൈവഭയം ഉണ്ടായിരുന്നു. നമുക്കറിയാം ദൈവം എന്നെ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. എന്നാൽ എനിക്ക് ഇതിനകത്തുനിന്ന് തിരിച്ചു വരാൻ പറ്റുന്നില്ല. ഞാൻ ഒരു കെണിയിൽ അകപ്പെട്ടു പോയതുപോലെയായി. അതായത് നമ്മുടെ കയ്യിൽ എന്താ പറയുക, ഒരു ടാറ് നമ്മുടെ കൈ പറ്റിയാൽ ആ ടാറിന്റെ അഴുക്ക് നമ്മുടെ കൈ പറ്റിയാൽ നമ്മൾ അത് ഇപ്പുറത്തെ കൈയിൽ നിന്ന് എടുക്കാൻ നോക്കിയാൽ അത് മറ്റേ കൈ പറ്റും, അവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റാൻ നോക്കിയാൽ ഇപ്പുറത്ത് പറ്റും. അത് പിന്നെ നമ്മൾ എടുത്തു മാറ്റാൻ ശ്രമിക്കും തോറും അത് വീണ്ടും വീണ്ടും കയ്യിലും ദേഹത്തും എല്ലാം ആകുന്നതല്ലാതെ അത് മാറാത്തതുപോലെ ഈ പാപത്തിന്റെ പ്രവൃത്തിയിൽ നിന്ന് മാറാൻ ഞാൻ ശ്രമിച്ചെങ്കിലും, പല പ്രാവശ്യം ഉപേക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും 2-3 ദിവസം കൊണ്ട് എന്റെ ശ്രമം അവിടെ ഉപേക്ഷിക്കപ്പെടുകയും വീണ്ടും അതിനേക്കാൾ അധികം വലിയ തെറ്റിലേക്ക് ഞാൻ വീണ്ടും പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ദൈവം എനിക്കിനി ഒരു രക്ഷയില്ല, എനിക്കൊരു മടങ്ങിവരവില്ലേ, ഞാൻ എന്ത് ചെയ്യും? ഇതൊക്കെ അകത്ത് ചിന്തിക്കുന്നുണ്ടെങ്കിലും എന്റെ പ്രവൃത്തി ഇതിനൊക്കെ നേരെ വിപരീതമായിരുന്നു. ഓരോ അമ്പലങ്ങളിൽ പോവുക, പള്ളികളിൽ പോവുക, ചെയ്യാവുന്ന സകല പ്രവൃത്തികളും ചെയ്തുകൊണ്ട് ഏറ്റവും മ്ലേച്ഛമായിട്ടുള്ള ഒരു ജീവിത ശൈലി ജീവിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീട്ടിൽ തന്നെ വരുന്നത് വല്ലപ്പോഴും ആഴ്ചകളിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ജസ്റ്റ് ഒന്ന് വരും. വന്നാൽ തന്നെ 1-2 മണിക്കൂറുകൾ നിൽക്കും. വീണ്ടും തിരികെ കോട്ടയത്ത് തന്നെ റൂം എടുത്ത് അവിടെ താമസിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ്
എൻ്റെ കൂട്ടുകാരന്റെ പിതാവിനെ ഒരിക്കൽ ഞാൻ കാണുന്നു. അദ്ദേഹം എന്നോട് പറയുക, മോനെ അവന്റെ കാര്യം അറിയാമല്ലോ, ഞാൻ ആ പേര് പറയുന്നില്ല, അവന്റെ കാര്യം അറിയാമല്ലോ, അവൻ ഭയങ്കര ഉഴപ്പായിട്ട് പോയിക്കൊണ്ടിരിക്കുക, അവൻ ഭയങ്കര മദ്യത്തിന് അടിമയാണ്, അവൻ ഒത്തിരി മദ്യപാനിയായി മാറി, അവൻ വല്ലാത്തൊരു രീതിയിൽ പോയിക്കൊണ്ടിരിക്കുക, ഞാൻ അവനെ ഓർത്ത് കരയുക എന്നൊക്കെ പറഞ്ഞ് ഈ പിതാവ് എൻ്റെ അടുത്തിരുന്ന് പൊട്ടി പൊട്ടി കരഞ്ഞു. ഇദ്ദേഹത്തിന്റെ കരച്ചിൽ കണ്ട് ഞാനും വിഷമിച്ചു പോയി. കാര്യം നല്ല ഒരു പിതാവാണ്, ദൈവത്തിൽ ആശ്രയിക്കുകയും ഒത്തിരി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന നല്ലൊരു പിതാവ്. ഇദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. ഇദ്ദേഹം എൻ്റെ അടുത്ത് ഒത്തിരി കരഞ്ഞു. ഇത് കരഞ്ഞപ്പോൾ എൻ്റെ ഹൃദയത്തിൽ പെട്ടെന്ന് ഒരു ഭയങ്കര വിഷമം ഉണ്ടായിട്ട് ഞാൻ ഇദ്ദേഹത്തിന് ഒരു വാക്ക് കൊടുത്തു. ഞാൻ പറഞ്ഞു, അച്ഛാ ഒരു കാര്യം ചെയ്യും, ഞാൻ അച്ഛനൊരു ഉറപ്പ് തരാം, അവനെ ഞാൻ സഭയിൽ കൊണ്ടുവരാം, ഞാൻ അവനോട് സംസാരിക്കാം, അവനെ സംസാരിച്ച് അവനെ സഭയിൽ കൊണ്ടുവരാം, ഇത് ഞാൻ അച്ഛന് വാക്ക് തരികയാണെന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞു, ഓക്കെ മോനെ, ഞാൻ മോനെ വിശ്വസിക്കുക, മോൻ അത് ചെയ്യണം, അവനോട് സംസാരിക്കണം എന്നൊക്കെ എന്നോട് പറഞ്ഞു. അങ്ങനെ ഞാൻ തീരുമാനം എടുത്ത് ഞാൻ ഇവനെ കാണാൻ പോയി, ഇവനെ കണ്ടു, ഇവനോട് സംസാരിച്ചു. ഞാൻ പറഞ്ഞടാ, നീ ഇങ്ങനെ ചെയ്യരുത്, നീ പ്രാർത്ഥനയ്ക്ക് പോകണം, ദൈവം നമ്മളെ കാണുന്നുണ്ട്, നീ അറിയണം. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് അവനെ അങ്ങ് ഉപദേശിക്കുകയാണ്. അപ്പൊ ഓർക്കണം, ഞാൻ 5-6 വർഷമായിട്ട് സഭയിൽ പോവുകയോ പ്രാർത്ഥിക്കുകയോ ബൈബിൾ വായിക്കുകയോ ഒന്നും ചെയ്യാത്ത വ്യക്തിയായി ഞാൻ ഇവനെ വളരെ ശക്തമായിട്ട് ഉപദേശിക്കുന്നു. ഞാൻ അവനോട് പറഞ്ഞു, നീ അടുത്ത ആഴ്ച മുതൽ നീ ചർച്ചിൽ പോകണം, നിന്നെ കൊണ്ടുചെല്ലാമെന്ന് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ടോ, നീ പോയേ പറ്റുള്ളൂ, ഒരാഴ്ചയെങ്കിലും നീ പോകണം, കാര്യം ഞാൻ കൊടുത്ത വാക്ക് പാലിക്കാൻ വേണ്ടി നീ പോയേ പറ്റുള്ളൂ. ഇതൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ പറഞ്ഞു, ശരി ഞാൻ പോകാം, ഞാൻ ആ ചർച്ചിൽ പോകത്തില്ല, നീ പോകുന്ന ചർച്ചിൽ വരാം. എന്നിട്ട് അവൻ ചോദിച്ചു, നീ ഏത് ചർച്ചിലാണ് പോകുന്നു? ഇത് ചോദിച്ചപ്പോൾ ഞാൻ അങ്ങ് ഞെട്ടിപ്പോയി. ഇങ്ങനെ ഒരു ചോദ്യം വരുമെന്ന് ഞാൻ ഒരിക്കൽ പോലും ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പൊ ഇവൻ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അല്ല കുഴപ്പമില്ല, നീ അവിടെ തന്നെ പോകും, അച്ഛൻ പോകുന്ന ചർച്ചിൽ പോകും. അപ്പൊ അവൻ പറഞ്ഞു, എനിക്ക് അവിടെ പോകാൻ താല്പര്യമില്ല, നീ പോകുന്ന ചർച്ച ഏതാ അത് പറ. അപ്പൊ ഞാൻ മിണ്ടാതിരുന്നപ്പോൾ അവൻ ചോദിച്ചു, നീ ഏത് ചർച്ചിലാണ് പോകുന്നത്, നീ പോകുന്ന ചർച്ച ഏതാന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ല ഞാനിപ്പോ ചർച്ചിൽ പോകുന്നില്ല. അപ്പോൾ അവൻ ഒരൊറ്റ ചിരിയാണ്. അവൻ ചോദിക്കുക, നീ ചർച്ചിൽ പോകാതിരുന്നിട്ട് നീ എന്നോട് പറയുകയാണോ ഞാൻ ചർച്ചിൽ പോകണമെന്ന്? ഒരു കാര്യം ചെയ്യാം, നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് പോവാം. അപ്പൊ ഈ വാക്കിന്റെ മുമ്പിൽ ഞാൻ അക്ഷരാർത്ഥത്തിൽ പെട്ടുപോകാനിടയായി തീർന്നു. ഞാൻ പറഞ്ഞു, അല്ല നീ പോകും. അപ്പൊ അവൻ പറഞ്ഞു, ഇല്ല നീ വരുവാണെങ്കിൽ ഞാൻ പോകാം. അപ്പൊ ഇവന്റെ നിർബന്ധത്തിന് മുമ്പിൽ ഞാൻ ആകെപ്പാടെ വിഷമിച്ചു. കാര്യം ഞാൻ ഇവനെ ചർച്ചിൽ കൊണ്ടുവരാമെന്ന് അച്ഛന് വാക്ക് കൊടുക്കുകയും ചെയ്തു. ഇനി ആ വാക്ക് പാലിക്കാതിരിക്കാനും പറ്റത്തില്ല. അപ്പൊ എന്ത് ചെയ്യും? ഞാൻ ആകെപ്പാടെ വിഷമിച്ചിട്ട് ഞാൻ കൊടുത്ത വാക്ക് പാലിക്കാൻ വേണ്ടി ഞാൻ ഇവനോട് പറയുകയാണ്, ഓക്കെ അന്ന് ഒരു കാര്യം ചെയ്യാം, നമുക്ക് രണ്ടുപേർക്കും ചർച്ചിൽ പോവാം, ഞാനും നിന്റെ കൂടെ വരാം, നിന്റെ സഭയിൽ തന്നെ വരാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടും വാക്ക് പറഞ്ഞ് അവിടെ നിന്ന് പോരുകയാണ്. അങ്ങനെ വാക്ക് പറഞ്ഞ് പോരുമ്പോ ഞങ്ങൾ അടുത്ത ആഴ്ച കാണാം എന്ന് പറഞ്ഞ്, അടുത്ത ആഴ്ച ഞായറാഴ്ച ഞാൻ വിളിക്കാം, നമുക്ക് ഒരുമിച്ച് പോകാം. അപ്പൊ അവൻ പറഞ്ഞു, ഞാൻ ബൈക്കുമായിട്ട് വരാം, എൻ്റെ കൂടെ ബൈക്കിൽ വരിക, നമ്മൾ ഒരുമിച്ച് പോകുന്നു. ഇങ്ങനെ പ്ലാൻ ചെയ്ത് എല്ലാം തീരുമാനിച്ചിട്ട് പോരുമ്പോൾ ഞായറാഴ്ച 10 മണിയായപ്പോൾ ഞാൻ ഒരുങ്ങി ഞങ്ങളുടെ നെടുങ്കുഴിയിലെ ഗ്യാസ് ഏജൻസിയുടെ ഇവിടെ ഇപ്പുറത്ത്, ഞങ്ങൾ അവിടെ ഒരു കടയുടെ ഇപ്പുറത്ത് ഞങ്ങൾ സൈഡിൽ നിൽക്കുകയാണ്. സൈഡിൽ നിന്നുകൊണ്ട് ഞാൻ ഇവനെ വിളിക്കുക. 10 മണിക്ക് ഒരു 8-8:30 ആയപ്പോൾ അവിടുത്തെ ചർച്ചിൽ ആരാധന തുടങ്ങുന്നത് 7:30-ക്കാണ്, 7 മണിയൊക്കെ ആയപ്പോൾ ആ സമയത്ത് ഞാനിവനെ നോക്കി നിൽക്കുമ്പോൾ ഇവനെ വിളിക്കാനായിട്ട് ഞാൻ നോക്കി നിൽക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവൻ രാവിലെ വരികയാണ്. ഇവൻ രാവിലെ വരുന്നു. അപ്പോൾ ഇവനെ വിളിച്ചിട്ടൊന്നും കിട്ടുന്നില്ല. കുറേ സമയം ഇവനെ ഫോൺ വിളിച്ചപ്പോൾ ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ ഞാൻ അവിടെ നിൽക്കുക. ഞാൻ ഇവനെ നോക്കി എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 1/4 മണിക്കൂർ നിന്നു. അപ്പോൾ ഇവൻ ഇനി വരുമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ നിൽക്കുമ്പോൾ കുറെ സമയങ്ങൾക്ക് ശേഷം ഞാൻ നോക്കുമ്പോൾ ഇവൻ ഒരുങ്ങി പാമ്പാടിയിൽ നിന്നും തിരിച്ച് ഇങ്ങോട്ട് വരുന്നു. അതായത് ചർച്ച് പാമ്പാടിയിലാണ്, ചർച്ചിലേക്ക് പോകേണ്ടതിന് പകരം ഇവൻ ചർച്ചിന്റെ അവിടെ നിന്നും തിരികെ ഇങ്ങോട്ട് വരുന്നു. അപ്പൊ ഇവനെ കണ്ടോണ്ട് ഞാൻ ഓടിച്ചെന്ന് കൈ കാണിച്ചു നിർത്തി. ഞാൻ ചോദിച്ചു, നീ എന്ത് പണിയാ കാണിച്ചത്? അന്ന് പോകാന്നല്ലേ പറഞ്ഞത്? അപ്പൊ അവൻ എന്നോട് പറയാ, എടാ ചെറിയൊരു പ്രശ്നമുണ്ട്. ഞാൻ ചോദിച്ചു, എന്താ പ്രശ്നം? അപ്പോ അവൻ പെട്ടെന്ന് അവന്റെ ഷർട്ട് ഇങ്ങനെ പൊക്കി കാണിച്ചപ്പോ കാണുന്ന കാഴ്ച അതിനകത്തൊരു 1/2 ലിറ്റർ ഇരിക്കുകയാണ്, മദ്യത്തിന്റെ കുപ്പി 1/2 ലിറ്ററിന്റെ ഒരു ബോട്ടിൽ ഇരിക്കുന്നു. അവൻ പറയാ, എന്റെ ഈ സാധനം ഇരിക്കുക, ഇന്നലെ കൂട്ടുകാരന്റെ വീട്ടിലിരിക്കുകയാണ്, ഞാൻ അതിപ്പോ എടുത്തോണ്ട് വരിക. അപ്പൊ ഇതുമായിട്ട് എങ്ങനെ ചർച്ചിലോട്ട് പോകുന്നത്? ഇപ്പൊ എന്നാ ചെയ്യും? ഇത് എവിടെയെങ്കിലും വെച്ചിട്ട് പോയാൽ ആരെങ്കിലും സാധനം എടുത്തോണ്ട് പോകും, അപ്പൊ എന്നാ ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പൊ പെട്ടെന്ന് ചർച്ചിൽ പോകാനായിട്ട് ഒരുങ്ങിയൊക്കെ നിൽക്കുന്നെങ്കിലും പെട്ടെന്ന് ഇവൻ ഇത് പറയുന്നത് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് ആ പുറത്തെങ്ങും കളയാൻ പറ്റത്തില്ല, ഒരു കാര്യം ചെയ്യാം, നമുക്കിതങ്ങ് പോയി അടിക്കാന്ന് പറഞ്ഞ് അങ്ങനെ ഞാനും അവനും കൂടെ
ആ ഞായറാഴ്ച ഞങ്ങൾ അവിടുന്ന് വെണ്ണിമല കോട്ടയിൽ പോയിരുന്ന് മദ്യപിക്കാനിടയത്. ഞങ്ങളുടെ കൂട്ടുകാരനെ കൂടെ കൂട്ടി ഞങ്ങൾ അവിടെ പോയിരുന്നു മദ്യപിച്ചു. അങ്ങനെയാണ് ആദ്യത്തെ ഞായറാഴ്ച ഞങ്ങൾ പോകാൻ തീരുമാനിച്ചിട്ട് അങ്ങനെ അങ്ങ് ആദ്യത്തെ ഞായറാഴ്ച പോയി. അതിനുശേഷം ഇതെല്ലാം കഴിഞ്ഞിട്ട് വൈകിട്ടായപ്പോഴത്തേനും കുറ്റബോധമായി, നമ്മൾ ചെയ്തത് ശരിയായില്ല, നമ്മൾ പോകേണ്ടതായിരുന്നു, പക്ഷെ നമ്മൾ ഇങ്ങനെ ചെയ്തത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വീണ്ടും തീരുമാനിച്ചു അടുത്ത ആഴ്ച പോകാം. ഇങ്ങനെ അതിനുശേഷം അടുത്ത ആഴ്ച ഇതുപോലെ ഞങ്ങൾ തീരുമാനിച്ചു എന്തായാലും പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ അടുത്ത സൺഡേയിൽ ഞങ്ങൾ സഭയിലേക്ക് പോകാനിടയായി തീർന്നു. അന്ന് ഞങ്ങൾ സഭയിൽ ആരാധന കൂടി. ഒന്നും സംഭവിച്ചില്ല. അപ്പൊ ഇവനെ ആരാധനയ്ക്ക് കൊണ്ടുവന്നു. അച്ഛൻ ഭയങ്കര സന്തോഷം, ഞാനും ഭയങ്കര ഹാപ്പി. കാരണം ഞാൻ കൊടുത്ത വാക്ക് പാലിച്ചു. എന്നെ സംബന്ധിച്ച് ഭയങ്കര പ്രൗഡായിട്ട് തോന്നി. അങ്ങനെ ഇവനെ ഞാൻ വിചാരിച്ചു ചില ആഴ്ചകൾ ഇവന്റെ കൂടെ വന്ന് ഇവനൊന്ന് ആ ഒരു ട്രാക്കിൽ പോയി കഴിഞ്ഞിട്ട് ഞാൻ പതിയെ പോകണ്ട, ഞാൻ തിരക്കാണ്, ജോലി ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങ് മാറാം എന്നൊക്കെ പ്ലാൻ ചെയ്തു. ഇങ്ങനെ ചില ആഴ്ചകൾ പോയിട്ട് ഞാൻ അവനോട് പറഞ്ഞു അടുത്ത ആഴ്ച ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു നീ വരുന്നില്ല, ഞാനും വരുന്നില്ല. അപ്പൊ വീണ്ടും ഞാൻ ആകെപ്പാടെ വീണ്ടും പ്രശ്നത്തിലായി. അപ്പോൾ ഇവനെ എങ്ങനെയെങ്കിലും ഇവനൊന്ന് ആ ഒരു വിശ്വാസത്തിലേക്ക് വരുന്നത് വരെ നിന്നേ പറ്റുള്ളൂ എന്നുള്ളൊരു ഒരു നിലവാരത്തിലേക്ക് ഞാനും എത്തിച്ചേർന്നു. അപ്പോൾ താല്പര്യമൊന്നുമില്ലെങ്കിലും ഞാനും ആരാധനയ്ക്ക് പോകും. പുറത്തിരുന്ന് ഞങ്ങൾ കാണിക്കാവുന്ന സകല കൊള്ളരുതായ്മകളും കാണിച്ചിട്ടാണ് ഞങ്ങൾ അകത്ത് വരുന്നത്. അപ്പം സിഗരറ്റ് അടക്കം വലിച്ചിട്ടൊക്കെയാണ് ഞങ്ങൾ ചർച്ചയിൽ വന്നിരിക്കുന്നത്. അപ്പം താല്പര്യമൊന്നുമില്ല. കാര്യം ഞാൻ ആരാധനയ്ക്ക് വേണ്ടി വരുന്നതല്ലല്ലോ, ഇവനെ കൊണ്ടുവരാൻ വരുന്നതാണ്. അപ്പം പ്രത്യേകിച്ച് നമുക്ക് ദൈവിക കാര്യങ്ങൾ അല്ലെങ്കിൽ വിശുദ്ധിയോടെ വരേണ്ട കാര്യമില്ല എന്നുള്ള തീരുമാനത്തോടു കൂടെ തന്നെ നമുക്ക് ആരാധനയിൽ താല്പര്യമില്ല. ഏറ്റവും പുറകിൽ അപ്പച്ചന്മാരിയ്ക്കുന്ന കൂട്ടത്തിൽ കസേരയിൽ പോയിരിക്കുന്നു. ആരും പ്രത്യേകിച്ച് നമ്മളെ ഗവനിക്കുന്നില്ല. അവർ ആരാധന നടത്തുന്നു. നമ്മൾ അവിടുത്തെ ശുശ്രൂഷകളിലൊന്നും നമ്മൾ ഇടപെടുന്നില്ല. നമ്മൾ അതിനകത്ത് പങ്കാകുന്നില്ല. നമ്മൾ അവിടെ ഇരിക്കുന്നു, വെറുതെ ഇരിക്കുന്നു, കൈ പോലും അടിക്കുന്നില്ല. നമ്മൾ വെറുതെ ഇരുന്നതെല്ലാം കേട്ടേച്ച് കുറെ സമയം അങ്ങനെ ഇരുന്നിട്ട് നമ്മൾ അത് കഴിഞ്ഞിട്ട് പോരുന്നു. ഇങ്ങനെ വളരെ ബോറിംഗ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളുടെ ഒരു ചർച്ചിൽ മറ്റൊരു പാസ്റ്റർ വരുന്നു. അദ്ദേഹം വളരെയധികം വചനം ശുശ്രൂഷിക്കുന്ന ഒരു ദൈവദാസനായിരുന്നു. അദ്ദേഹം ശുശ്രൂഷിക്കാൻ തുടങ്ങിയപ്പോൾ വചനത്തിൽ കൂടെ കുത്തുകൊള്ളാൻ തുടങ്ങി. ഞങ്ങൾ ചെയ്ത പാപങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ ശുശ്രൂഷയിൽ ഞങ്ങൾക്ക് വചനം ഡയറക്റ്റ് ആയിട്ട് ഞങ്ങളെ വന്ന് ഹിറ്റ് ചെയ്യുന്നതായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. ഇരിക്കാൻ വയ്യാത്ത ഒരു സിറ്റുവേഷൻ. നമുക്ക് അറിയാം, പത്രോസ് പ്രസംഗിച്ചപ്പോൾ 3000 പേർക്ക് കുത്തുകൊണ്ടു. ആ കുത്തുകൊണ്ടത് എങ്ങനെയാണെന്ന് എനിക്ക് അന്നാണ് മനസ്സിലായത് കൃത്യമായിട്ട്. കാര്യം ഇരിക്കാൻ പറ്റുന്നില്ല, ഇറങ്ങി ഓടിയാൽ കൊള്ളാമെന്ന് നമുക്ക് തോന്നുക. കാരണം അതുപോലെ വചനം ഒരു അമ്പ് കണക്കിന് ഹൃദയത്തിൽ വന്ന് കയറുകയാണ്. നമുക്കങ്ങ് പെയിൻ ആവുക, വളരെയധികം പെയിൻ എടുക്കുന്നു. അപ്പൊ എനിക്കിത് 2-3 ആഴ്ചയായപ്പോൾ എനിക്ക് നിക്കക്കളിയില്ല, എനിക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. എനിക്കിനി ഇത് ഇവിടെ വന്ന് ഇരിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ ഇങ്ങനെ പോയാൽ പറ്റത്തില്ല, ഇവനോട് സംസാരിക്കണം. ഞാൻ അങ്ങനെ അവനോട് പറഞ്ഞു, എടാ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. കാര്യം അദ്ദേഹം വചനം സംസാരിക്കുമ്പോൾ എനിക്കറിയത്തില്ല, എന്റെ അകത്തോട്ട് എന്തോ വന്ന് കൊണ്ടു കയറിയിട്ട് എനിക്കങ്ങ് ഹൃദയത്തിൽ ഭയങ്കര വേദനയാണ്. എനിക്ക് അതുകൊണ്ട് ഇനി ആ ആലയത്തിൽ വന്നിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ അടുത്ത ആഴ്ച കൊണ്ട് വരുന്നില്ല, നീ മുമ്പോട്ട് പോയിക്കോ എന്ന് പറഞ്ഞു. അപ്പൊ അവൻ എന്നോട് പറയുക, എടാ ഇതേ സെയിം അനുഭവമാണ് എനിക്കും, ഞാൻ ഇത് നിന്നോട് പറയണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ ഇനി എന്നാ ചെയ്യുന്നു ചോദിച്ചു. അപ്പൊ പറഞ്ഞു ഇനിയിപ്പോ പോകണ്ട, നമുക്ക് എന്നാ പോകണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പോകണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് ഞങ്ങൾ അത് പോകണ്ടെന്ന് തീരുമാനിച്ചു. അങ്ങനെ ആ ആഴ്ചയിൽ പോകണ്ടെന്നുള്ള തീരുമാനത്തിൽ പോകുമ്പോൾ ഹൃദയത്തിനകത്ത് ഭയങ്കര വേദനയാണ്. പോകണ്ടെന്ന് തീരുമാനിച്ചത് മുതൽ ഹൃദയത്തിനകത്ത് ഒരു സമാധാനമില്ല, സ്വസ്ഥതയുമില്ല, ഒരു കാര്യവും ചെയ്യാൻ താല്പര്യമില്ല, ജോലിക്ക് പോകാൻ താല്പര്യമില്ല, ഭക്ഷണം കഴിക്കാൻ താല്പര്യമില്ല, ഒരു വല്ലാത്തൊരു അവസ്ഥയിൽ കൂടെ പോവുക. അപ്പൊ ഇങ്ങനെ വന്നു. ഫ്രൈഡേ വരെ എങ്ങനെയൊക്കെയോ മൂവ് ചെയ്ത് പോയി. സാറ്റർഡേ ആയപ്പോൾ മനസ്സിലായി ഇത് പറ്റത്തില്ല. ഞാൻ അവനെ വിളിച്ചു, എടാ എനിക്കൊരു സ്വസ്ഥതയും കിട്ടുന്നില്ല, ഇത് പോകണ്ടെന്ന് തീരുമാനിച്ച അന്ന് മുതൽ ഒരു സമാധാനം, നേരെ ചൊവ്വ ഉറങ്ങാൻ പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല, ജോലി ചെയ്യാൻ പറ്റുന്നില്ല, എന്താ സംഭവിക്കുന്ന അറിയത്തില്ലെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അവരെന്നോട് പറയാ, ഇത് തന്നെ ഞാൻ നിന്നോടും പറയാനിരിക്കുകയായിരുന്നു. എനിക്കും ഒരിടത്തും ഒന്നും ജോലിക്കും പോകാൻ പറ്റുന്നില്ല, ഒരു രക്ഷയില്ല, വീട്ടിലിരിക്കാൻ മേല, പുറത്തു പോയാൻ മേല, കൂട്ടുകാരുടെ കൂടെ നിന്ന് അതിനും സ്വസ്ഥതയില്ല. അപ്പോൾ എന്ത് ചെയ്യാനാ? അപ്പൊ ലാസ്റ്റ് ഞങ്ങൾ തീരുമാനിച്ചു, ഒരു കാര്യം ചെയ്യാം, എന്തായാലും നാളെ അങ്ങ് പോകാം, നാളെ ചെന്നിട്ട് പാസ്റ്ററോട് നമുക്ക് ഈ കാര്യം സംസാരിക്കാം. അങ്ങനെ തീരുമാനം എടുത്ത് പിറ്റേ ദിവസം പോയി. ആരാധന കഴിഞ്ഞപ്പോൾ പാസ്റ്ററുടെ മുമ്പിൽ പോയി ഞങ്ങൾ ആദ്യമായിട്ട് മുട്ടുകുത്തുക. പാസ്റ്ററുടെ മുമ്പിൽ ഞങ്ങൾ പോയി മുട്ടുമടക്കി നിന്നിട്ട് ഞങ്ങൾ പറയും, പാസ്റ്റർ പ്രസംഗിക്കുന്ന സകല കൊള്ളരുതായ്മയും ഞങ്ങളുടെ ജീവിതത്തിനകത്തുണ്ട്, സകല പാപങ്ങളും ഞങ്ങൾ ചെയ്യുന്നവരാണ്, ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. പാസ്റ്റർ എടുത്തടിക്ക് ഞങ്ങളോട് പറയുക, നിങ്ങൾ ഒന്നും ചെയ്യണ്ട, നിങ്ങൾ ഇപ്പൊ ചെയ്യുന്നത് പോലെ തന്നെ പൊക്കോ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളാം. ഞങ്ങൾ സത്യത്തിൽ ഞെട്ടിപ്പോയെന്ന് പറഞ്ഞാൽ ഇതുപോലൊരു ഞെട്ടൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായില്ല. കാര്യം ഞങ്ങൾ വിചാരിച്ചത് ഈ പാസ്റ്റർ പറയും ഇന്നുകൊണ്ട് ഇതെല്ലാം നിർത്തിക്കോണം, ഇതൊന്നും ദൈവനാമത്തിൽ ചേർന്നതല്ല, ദൈവം ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല എന്നൊക്കെ പറയും, ശക്തമായിട്ട് ഞങ്ങളെ താക്കീത് ചെയ്യും എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഒരു വാക്ക് കേൾക്കാൻ വേണ്ടി പോയിരുന്ന ഞങ്ങൾ കേട്ടത് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു വാക്കാണ്.
എന്നിട്ട് ഈ ദൈവദാസൻ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളാം, നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞു. ഞങ്ങൾ എഴുന്നേറ്റിട്ട് ഞങ്ങൾ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, എന്നാലും പാസ്റ്റർ എന്ത് വർത്താനം പറഞ്ഞത്, എന്നാലും പാസ്റ്റർമാർ ഇങ്ങനെ അല്ലല്ലോ പറയേണ്ടത്, എന്നാ നിങ്ങൾ അത് നിർത്തണം, അവസാനിപ്പിക്കണം എന്നല്ലേ പറയേണ്ടത്. പക്ഷെ അതിന് പകരം ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞല്ലോ, ഇത് ആകപ്പാടെ എന്ത് ചെയ്യും എന്നൊക്കെ തീരുമാനിച്ച് ഞങ്ങളിങ്ങനെ പോകുന്നു. എന്തായാലും ഞങ്ങളിങ്ങനെ അങ്ങ് പോന്നു, ഞങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോയി. പക്ഷെ ഈ ദൈവദാസൻ പ്രാർത്ഥിച്ചു, ഞങ്ങൾക്ക് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിച്ചായിരുന്നു വിട്ടത്. പക്ഷെ ആ പ്രാർത്ഥിച്ച് വിട്ടതിന് ശേഷം പ്രിയമുള്ളവർ എന്ത് സംഭവിച്ചെന്ന് അറിയാമോ? ഒരൊറ്റ നിമിഷം കൊണ്ട് ഞങ്ങൾക്ക് ഈ സകല ഇങ്ങനെയുള്ള ഇതിനോടുള്ള ആസക്തികൾ ഒറ്റ നിമിഷം കൊണ്ട് മാറിപ്പോയി. ഒന്നിനോടും താല്പര്യമില്ലാതെ ആയി മാറി. മദ്യത്തിനോട് താല്പര്യമില്ല, ലഹരി പദാർത്ഥങ്ങളോടുള്ള താല്പര്യമില്ല, ഒന്നിനോട് യാതൊരു താല്പര്യവുമില്ലാതെ അത് കാണുമ്പോൾ തന്നെ നമുക്ക് അതിനോട് റിജക്ഷൻ തോന്നുന്ന രീതിയിൽ ഞങ്ങൾ രണ്ടുപേരും ആള് മാറിപ്പോകാനിടയായിരുന്നു. ഞങ്ങൾക്ക് മനസ്സിലായി ആ ദൈവദാസന്റെ പ്രാർത്ഥനയാണ്. അന്ന് മുതൽ ഞങ്ങൾ ദൈവവചനം കേൾക്കാൻ തുടങ്ങി, ദൈവത്തെ അനുസരിച്ച് ജീവിക്കാൻ തുടങ്ങി, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവിന്റെ ദാസനോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി, വചനത്തിൽ കൂടുതൽ അറിവുകൾ നേടാൻ ശ്രമിച്ചു. ഓരോരോ തെറ്റുകൾ ഞങ്ങൾ തന്നെ അറിയാതെ ഞങ്ങളിൽ നിന്നും വിട്ടുമാറുന്നത് അറിയാൻ തുടങ്ങി. ദൈവ സ്നേഹം ഞങ്ങളിലേക്ക് പകരപ്പെടാൻ തുടങ്ങി. രാത്രിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി, രാത്രികൾ മണിക്കൂറുകൾ ഇന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി, കരയാൻ തുടങ്ങി. പിന്നീട് മുമ്പോട്ട് പോകാൻ തുടങ്ങിയപ്പോൾ ആരാധനാലയത്തിൽ വരാനായിട്ട് ഭയങ്കര ആവേശമാണ്. ഒരു ഞായറാഴ്ച ആകാൻ വേണ്ടി നമ്മുടെ അകത്ത് ഭയങ്കര വേവലാതിയാണ്. ഒന്ന് ഞായറാഴ്ച ആയിരുന്നെങ്കിൽ, ഒന്ന് ഞായറാഴ്ച ആരാധനയ്ക്ക് ഒന്ന് പോയിരുന്നെങ്കിൽ, ആരാധനയ്ക്ക് വചനം കേൾക്കാൻ ഭയങ്കര ദാഹം തോന്നാൻ തുടങ്ങി. ആരാധനാലയത്തിൽ കയറുന്നതിന് മുമ്പ് മുതൽ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങും. വചനം കേൾക്കുമ്പോൾ കരയാൻ തുടങ്ങും, പൊട്ടിക്കരയാൻ തുടങ്ങും. എനിക്കറിയത്തില്ല ദൈവാത്മാവ് എത്ര അധികമായി സംസാരിച്ചത്. ഞങ്ങളോട് ആദ്യം സംസാരിച്ച വചനം ഇങ്ങനെയാണ്, എന്നോട് സംസാരിച്ചത്, നിന്റെ നോട്ടം തെറ്റിപ്പോയി, നീ മനുഷ്യനെ നോക്കിയപ്പോൾ അവരെല്ലാം തെറ്റ് ചെയ്യുന്നവരായിരുന്നു, അവരൊക്കെ തെറ്റ് ചെയ്തെന്ന് പറഞ്ഞ് നീ പറഞ്ഞു ക്രിസ്തുമാർഗം തെറ്റാണ്, ദൈവവചനം തെറ്റാണ്, ദൈവവിശ്വാസം തെറ്റാണെന്ന് പറഞ്ഞ് നീ ഓടിപ്പോയി. അതാ, നീ ക്രിസ്തുവിലേക്ക് നോക്ക്. ക്രിസ്തുവിൽ നിനക്കൊരു പാപം കാണിക്കാൻ പറ്റുമോ? ക്രിസ്തുവിൽ എന്തെങ്കിലും കുറവ് നിനക്ക് കാണിക്കാൻ പറ്റുമോ? നീ കാൽവറിയിലേക്ക് നോക്ക്. കാൽവറിയിൽ എന്താണ് തെറ്റ് ചെയ്തത്? അവൻ കുറ്റമില്ലാത്തവനായിരുന്നു. അവൻ കുറ്റമില്ലാതിരിക്കെ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. നിന്റെ നോട്ടമാണ് തെറ്റിപ്പോയത്. നീ മനുഷ്യനെ നോക്കി, നീ കാൽവറിയിലായിരുന്നു നോക്കേണ്ടതെന്ന് പ്രസംഗിക്കപ്പെട്ടപ്പോൾ ഞാൻ ആദ്യമായി മുട്ടുമടക്കാനിടയായി തീർന്നു. ആ വചനത്തിന് മുമ്പിലാണ് ഞാൻ മുട്ടുമടക്കിയത് ആദ്യമായിട്ട്. പ്രിയമുള്ളവരെ, ആ വചനം എന്നെ മാനസാന്തരത്തിലേക്ക് നയിക്കുവാനിടയായി തീർന്നു. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും മനുഷ്യർ ചെയ്യുന്ന തെറ്റ് കണ്ടിട്ട്, ഏതെങ്കിലും ദൈവദാസന്മാർ തെറ്റിപ്പോയെന്ന് പറഞ്ഞ്, ഏതെങ്കിലും ദൈവമക്കൾ തെറ്റ് ചെയ്തെന്ന് പറഞ്ഞ്, ഏതെങ്കിലും സഭയിൽ വലിയ പ്രശ്നമുണ്ടായെന്ന് പറഞ്ഞ്, കൂടെ നിന്ന് ആരാധിക്കുന്നവർ തെറ്റ് ചെയ്തെന്ന് പറഞ്ഞ് ദൈവത്തെ മറന്ന് ഓടിപ്പോകുന്നവരുണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ ആത്മാവിൽ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ നോട്ടമാണ് തെറ്റിപ്പോയത്. നിങ്ങൾ മനുഷ്യരെ നോക്കി. മനുഷ്യർ തെറ്റ് ചെയ്യും, മനുഷ്യരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടാകും. ഇന്ന് പ്രസംഗിക്കുന്നവർ നാളെ തെറ്റ് ചെയ്തേക്കാം, നാളെ അവരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടായിരിക്കാം. കാരണം അവർ മനുഷ്യരാണ്, കേവലം മനുഷ്യരാണ്. എന്നാൽ നിങ്ങൾ കാൽവറിയിലേക്ക് നോക്ക്, നിങ്ങൾ യേശുവിലേക്ക് നോക്ക്. അവനിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? അവന്റെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ? അവൻ കുറ്റമില്ലാത്തവനായിരുന്നു. അവൻ ഒരു തെറ്റും ചെയ്യാതിരിക്കെ അവൻ ക്രൂശിക്കപ്പെട്ടു. എന്തിനു വേണ്ടി? എന്റെയും നിങ്ങളുടെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി, നമ്മുടെ സകല പാപങ്ങളും മായ്ച്ചു കളയേണ്ടതിന് വേണ്ടി, ഈ മുഴു ലോകത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അവൻ യാഗമായി തീർന്നെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളോട് ദൂതുപോലെ ഞാൻ വിളിച്ചു പറയാം, നിങ്ങൾ ക്രിസ്തുവിനെങ്കിലേക്ക് നോക്ക്. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. നിങ്ങൾ മനുഷ്യനിലേക്ക് നോക്കിയാൽ, മനുഷ്യൻ നിങ്ങൾ ആശ്രയിച്ചാൽ നിങ്ങൾ പരാജയപ്പെട്ടു പോകും. ഒരുപക്ഷെ ആ വ്യക്തി പരാജയമായി മാറുന്നത് കാണുമ്പോൾ നിങ്ങൾ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ നിങ്ങൾ കർത്താവിൽ നോക്ക്, അവനിൽ ഒരു തെറ്റുമില്ല. ഈ വചനമാണ് എന്നെ മാനസാന്തരത്തിലേക്ക് നയിച്ചത്. ഈ വചനമാണ് എന്നെ രക്ഷയിലേക്ക് വീണ്ടും നടത്തിയത്. ഈ വചനമാണ് എന്നെ തെറ്റിൽ നിന്നും ശരിയിലേക്ക് നയിച്ചത്. ഈ ഒരൊറ്റ മെസ്സേജിൽ നിന്നും ഞാൻ മാനസാന്തരത്തിലേക്ക് വരാനിടയായി തീർന്നു. അങ്ങനെ ഞാൻ ദൈവത്തെ അനുസരിച്ച് ജീവിക്കാൻ തുടങ്ങി. പ്രിയമുള്ളവരെ, ഇതുപോലെ പല സഭകളിലും ഇന്ന് തലമുറകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ അതേ അനുഭവത്തിൽ കൂടെ ഇന്ന് പല തലമുറകളും ആയിക്കൊണ്ടിരിക്കുകയാണ്. മാതാപിതാക്കന്മാരെ, ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഭാരവാഹിത്വങ്ങളുള്ള സകല വ്യക്തികളോട് ഞാൻ പറയുകയാണ്, നിങ്ങളുടെ ഇടയിൽ ഒരു ഭിന്നതയുണ്ടായാൽ, നിങ്ങളുടെ ഇടയിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ നിങ്ങൾ ഓർക്കണം, നിങ്ങളുടെ ചർച്ചിൽ യുവാക്കന്മാരുണ്ട്, അല്ലെങ്കിൽ വലിയ പ്രായമില്ലാത്ത ചെറിയ കുട്ടികളുണ്ട്. അവർ നിങ്ങളെ കാണുന്നു, അവർ നിങ്ങളെ അനുകരിക്കാൻ പോകുന്നവരാണ്. അവരുടെ മുമ്പിൽ നിങ്ങൾ മാതൃകയുള്ളവരായി തീരണം. നിങ്ങൾക്ക് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിൽ നിങ്ങൾ തമ്മിൽ ക്ഷമിച്ച് നിങ്ങൾ ആ കാര്യങ്ങളെ ക്രമീകരിക്കാൻ ശ്രമിക്കുക.
അതൊരു വലിയ പ്രശ്നമാക്കി മാറ്റാൻ ശ്രമിക്കാതെ അതിനെ അവിടെ തന്നെ പരിഹരിക്കാൻ നിങ്ങൾക്ക് കഴിയണം. അല്ല, തമ്മിൽ വലിയ വാഗ്വാദങ്ങളൊക്കെ നടത്തി അതൊരു വലിയ പ്രശ്നമാക്കി മാറ്റുമ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് നിസ്സഹായരായി നിങ്ങളുടെ പുറകിൽ അല്ലെങ്കിൽ അവിടെ മുൻപന്തിയിൽ ഇരിക്കുന്ന ഒത്തിരി യുവാക്കന്മാർ കാണും, പഠിക്കുന്ന കുട്ടികൾ കാണും, ചെറിയ തലമുറകൾ കാണും. അവരൊക്കെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുക, ഇതെന്താണ് ഇവിടെ നടക്കുന്നത്, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞിട്ട് വരുന്ന പ്രസംഗങ്ങൾ ഇതിനൊക്കെ നേരെ വിപരീതമായിട്ടുള്ള സ്നേഹത്തെക്കുറിച്ചുള്ള പ്രസംഗമായിരിക്കും. അപ്പോൾ അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. നിങ്ങൾക്കൊരു പക്ഷേ അത് കഴിഞ്ഞേക്കാം. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന തലമുറകളെ, അവരെ കെയർ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ തമ്മിൽ സ്നേഹത്തോടെ, കമ്മിറ്റിയിലുള്ള കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾ വളരെ പ്രാർത്ഥനയോടെ, ദൈവസന്നിധിയിൽ അഭിഷേകം പ്രാപിച്ചവർ മാത്രം കമ്മിറ്റിയിൽ ആകുക. അവർ വളരെ തമ്മിൽ സ്നേഹിച്ച് സ്നേഹത്തിൽ കാര്യങ്ങൾ സംസാരിച്ച് അതിന് തീർപ്പുകൾ ഉണ്ടാക്കുക. ഒരിക്കലും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് വളരെയധികം കെയർ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. അങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ തലമുറകളെ നിങ്ങൾക്ക് നേടുവാൻ കഴിയും. നിങ്ങളുടെ തലമുറകൾ നിങ്ങൾക്ക് നഷ്ടമായി പോകത്തില്ല. അവർ മറ്റൊരിടത്തേക്ക് പോകത്തില്ല. അവർ യേശുവിനെ വിട്ടു പോകത്തില്ല. കാര്യം നിങ്ങളിൽ നിന്നും അവർ ആ സ്നേഹം കാണണം. നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നത് കണ്ടു വേണം അവർ വളരുവാൻ. എങ്കിലേ അവർക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയത്തുള്ളൂ. നമുക്ക് സഭയിൽ തമ്മിൽ സ്നേഹിക്കാൻ കഴിയാതിരുന്നാൽ എങ്ങനെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയും? സ്വന്തം സഹോദരനെ സ്നേഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, കൂടെ ആരാധിക്കുന്നവനെ സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, ഒരപ്പത്തിന്റെ അംശയായിരിക്കുന്ന ഓഹരിക്കാരനായിരിക്കുന്നവനെ നമുക്ക് കരുതാനും സ്നേഹിക്കാനും അവന്റെ വാക്കിന്റെ മുമ്പിൽ അല്ലെങ്കിൽ അവനോട് ക്ഷമിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എങ്ങനെ പുറം ജാതിക്കാരനെ സ്നേഹിക്കാൻ കഴിയും? ഇത് കണ്ടു വളരുന്ന തലമുറ എങ്ങനെ മറ്റുള്ളവരെ സ്നേഹിക്കും? അവർ നിങ്ങളെ കണ്ടാണ് പഠിക്കുന്നത്, നിങ്ങളെ കണ്ടാണ് അവർ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആദ്യം മനം തിരിയണം, നിങ്ങൾ മാനസാന്തരപ്പെടണം, നിങ്ങൾ സ്നേഹത്തിലേക്ക് മടങ്ങി വരണം. അങ്ങനെ ചെയ്താൽ നമ്മുടെ തലമുറകളെ നമുക്ക് നേടുവാൻ കഴിയും. നമ്മുടെ തലമുറകൾ നഷ്ടമായി പോകത്തില്ല, ഞാൻ ഉറപ്പിച്ച് പറയാം. അതുകൊണ്ട് പുതിയൊരു തീരുമാനം എടുക്കണം, പുതിയ തീരുമാനങ്ങളിൽ കൂടെ മുമ്പോട്ട് പോകണം. ഇപ്പോഴും നമുക്കറിയാം പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഈ ഓരോ സ്ഥലങ്ങളിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. സഭകൾക്കകത്ത് വലിയ പ്രശ്നങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഐക്യത എന്ന് പറയുന്നത് സഭകൾക്കകത്ത് അത് എന്നേ നിന്നുപോയി. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് പിശാചിന്റെ തന്ത്രമാണ്. യേശു തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു രാജ്യം തന്നെ ചിതറിച്ചാൽ അതിന് നിലനിൽപ്പില്ല. പ്രിയമുള്ളവർ, ഒരു സഭ, ആ സഭയ്ക്കകത്ത് തന്നെ ഭിന്നതയുണ്ടായാൽ ആ സഭയ്ക്ക് എങ്ങനെ നിലനിൽപ്പുണ്ടാകും? ആ സഭയ്ക്ക് ഒരിക്കലും നിലനിൽപ്പുണ്ടാകത്തില്ല. ആ സഭ പ്രാർത്ഥിച്ചാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാര്യം ദൈവരാജ്യത്തിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഐക്യതയിലാണ്, യൂണിറ്റിയിലാണ്. അതുകൊണ്ടാണ് മാളിക മുറിയിൽ അവർ ഒരു മനസ്സോടെ ഇരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് ഇറങ്ങി സഭയ്ക്ക് സ്ഥാപനം അവിടെ കുറിച്ചത്. അപ്പോൾ ഐക്യതയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. ഒരു സഭയായിരിക്കുമ്പോൾ അവ ഒരു മനസ്സോടെ, ഇന്നത്തെ സഭകൾക്കകത്തെല്ലാം ഡിവിഷനുകളാണ്. സഭയ്ക്കകത്ത് തന്നെ പല വിഭാഗങ്ങളാണ്. പാസ്റ്ററുടെ പക്ഷം ഒരു വിഭാഗം, അല്ല കമ്മിറ്റിക്കാരുടെ പക്ഷം മറ്റൊരു വിഭാഗം. ഇതിനകത്ത് തന്നെ ചില ഡിവിഷനുകൾ. ഇവരൊക്കെ തമ്മിൽ ഡിവൈഡ് ചെയ്ത് നിൽക്കുന്നു, തമ്മിൽ സംസാരിക്കുന്നുണ്ടെങ്കിലും ഇവരുടെ അകത്ത് മറ്റുള്ളവരെ എങ്ങനെ തറ പറ്റിക്കാം എന്നുള്ള ചിന്തയാണ്. എന്താ പറയുന്നത്, അധികാരമോഹങ്ങൾ, അധികാരത്തിലിരിക്കുന്ന വ്യക്തികളെ എങ്ങനെ താഴെ ഇറക്കാം, അടുത്ത ആർക്ക് കയറാം, അതിനുവേണ്ടിയുള്ള മത്സരങ്ങൾ. ഇതൊക്കെ ലോകപ്രകാരമാണ്. അധികാരികൾ വേണ്ടെന്നല്ല, അധികാരികളൊക്കെ ആയിക്കോട്ടെ, കമ്മിറ്റിക്കാരൊക്കെ ആയിക്കോട്ടെ, പക്ഷെ അതൊക്കെ ദൈവസ്നേഹത്തിലായിരിക്കണം. ഒരിക്കലും കൂട്ടു സഹോദരനെ കുറ്റം വിധിക്കാൻ നിൽക്കരുത്, അവനെതിരായിട്ട് സംസാരിക്കാൻ നിൽക്കരുത്. കാരണം അവന്റെ അകത്തും കർത്താവാണുള്ളത്, അവന്റെ അകത്ത് ക്രിസ്തുവുണ്ട്, അവന്റെ മേൽ പരിശുദ്ധാത്മാവുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അതേ ക്രിസ്തുവിന് കൊടുക്കുന്ന അതേ മാന്യത, നിങ്ങൾ ദൈവത്തെ എത്രയധികം സ്നേഹിക്കും അതേപോലെ തന്നെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നവനെ മാനിക്കാനും സ്നേഹിക്കാനും, ആ സ്നേഹത്തിൽ നിങ്ങൾ തമ്മിൽ സംസാരിക്കുക, സ്നേഹത്തിൽ നിങ്ങൾ കാര്യം പറ. ഒരുപക്ഷെ ആ വ്യക്തിക്ക് അത് മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങൾ അത് വിട്ടുകളയുക. നമ്മുടെ ഭാഗം ജയിക്കാൻ വേണ്ടി എന്തും ചെയ്യാൻ ശ്രമിക്കരുത്. ക്ഷമിക്കാൻ തയ്യാറാകുക. ക്ഷമിക്കുന്നതിന്റെ പ്രാധാന്യം എന്തെന്ന് ഞാൻ അടുത്തൊരു മെസ്സേജ് ഇടാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ക്ഷമിച്ചില്ലെങ്കിൽ നിങ്ങൾക്കറിയാമോ, നിങ്ങൾ ബന്ധിക്കപ്പെടും, നിങ്ങളുടെ കുടുംബം ബന്ധിക്കപ്പെടും, നന്മകൾ കെട്ടപ്പെട്ടു പോകും, വീടിനകത്തൊരു നന്മ പോലും കാണത്തില്ല, പലരും രോഗികളായി തീരും. നിങ്ങൾക്കറിയത്തില്ല ക്ഷമ കൊടുത്തില്ലെങ്കിലുള്ള പ്രശ്നം. ക്ഷമിക്കുവാൻ തയ്യാറാകുക. അതിനെക്കുറിച്ച് ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്.
അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ മാനസാന്തരപ്പെടണം. നിങ്ങൾ മാനസാന്തരത്തിലേക്ക് കടന്നു വരണം. ബൈബിൾ എന്താണ് പറയുന്നത്? ഞാനൊരു വാക്ക് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന് ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിന്റെ 10-ാമത്തെ വാക്യം തൊട്ട് ഇങ്ങനെയാണ് വായിക്കുന്നത്: സഹോദരന്മാരെ, നിങ്ങളെല്ലാവരും ഒന്ന് തന്നെ സംസാരിക്കുകയും നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഭാവിക്കാതെ ഏക മനസ്സിലും ഏകാഭിപ്രായത്തിലും യോജിച്ചിരിക്കുകയും വേണം എന്ന് ഞാൻ നിങ്ങളെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം ചൊല്ലി പ്രബോധിപ്പിക്കുന്നു. നമ്മൾക്ക് ഏക അഭിപ്രായം വേണം. ഏക മനസ്സോടുകൂടെ നമ്മൾ ആയിരിക്കണം. അടുത്ത താഴോട്ട് ഇങ്ങനെയാണ് വായിക്കുന്നത്: സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ പിണക്കമുണ്ടെന്ന് ക്ലോവയുടെ ആളുകളാൽ എനിക്ക് അറിവ് കിട്ടിയിരിക്കുന്നു. എത്ര കൃത്യമാണ്! ഏത് സഭയിലാണ് പിണക്കമില്ലാത്തത്? തമ്മിൽ പിണക്കമില്ലാത്ത ഏത് സഭയാ ഉള്ളത്? പാസ്റ്റർമാരും വിശ്വാസികളും തമ്മിൽ പിണക്കം, കമ്മിറ്റിക്കാർ തമ്മിൽ പിണക്കം, കൂട്ടുവിശ്വാസികൾ തമ്മിൽ പിണക്കം. പ്രിയമുള്ളവരെ, ഇത് മാറ്റണം. ഇത് മാറിയില്ലെങ്കിൽ നിങ്ങളുടെ വീടിനകത്ത് വലിയ ശാപങ്ങൾ വന്നു കയറും. സഭയ്ക്കകത്ത് ശാപമുണ്ടാകും. പ്രാർത്ഥനയിൽ ദൈവപ്രവൃത്തി വെളിപ്പെടത്തില്ല. ഇന്ന് എന്തുകൊണ്ടാണ് രോഗസൗഖ്യങ്ങളും അത്ഭുതങ്ങളും അടയാളങ്ങളും സഭയ്ക്കകത്തുനിന്ന് അന്യം നിന്ന് പോയത്? ഇതുപോലെയുള്ള പടലപ്പിണക്കങ്ങളും വലിയ വലിയ പ്രശ്നങ്ങളും കാരണം പരിശുദ്ധാത്മാവ് സഭയ്ക്കകത്തുനിന്ന് പുറത്തു നിൽക്കുകയാണ്. കർത്താവ് സഭയ്ക്കകത്തുനിന്ന് പുറത്തു നിൽക്കുകയാണ്. കാരണം സഭയ്ക്കകത്തേക്ക് കർത്താവിനെ നമുക്ക് വെൽക്കം ചെയ്യാം, പരിശുദ്ധാത്മാവിനെ വെൽക്കം ചെയ്യാം. അതിന് ഐക്യത ഏറ്റവും അനിവാര്യമാണ്. ഇന്നത്തെ പറയാം, നിങ്ങളിൽ ഓരോരുത്തൻ, ഞാൻ പൗലോസിന്റെ പക്ഷക്കാരൻ, ഞാൻ അപ്പല്ലോസിന്റെ പക്ഷക്കാരൻ, ഞാൻ കേഫാവിന്റെ പക്ഷക്കാരൻ, ഞാൻ ക്രിസ്തുവിന്റെ പക്ഷക്കാരൻ എന്നിങ്ങനെ പറയുന്ന പോലെ നോക്കണം. ഓരോരുത്തരുടെ പക്ഷം പിടിക്കുക, ഡിവൈഡ് ചെയ്യുകയാണ്. സഭയെ ഡിവൈഡ് ചെയ്യുന്നത് ഒരിക്കലും ആ പരിശുദ്ധാത്മാവല്ല, ഇത് പിശാചാണ് ഡിവൈഡ് ചെയ്യുന്നത്. കാരണം പിശാചിനറിയാം, നിങ്ങൾ ഒരുമിച്ച് നിന്നാൽ അവന് ജയിക്കാൻ കഴിയത്തില്ല. സഭ ഒരു മനസ്സോടെ നിന്നാൽ, സഭയും ദൈവദാസന്മാരും, സഭയിലെ വിശ്വാസികളും ദൈവദാസന്മാരും ഒരു മനസ്സോടെ നിന്ന് കഴിഞ്ഞാൽ, അവർക്ക് ഒരേ അഭിപ്രായം ഉണ്ടായാൽ പിശാച് നിങ്ങളുടെ മുമ്പിൽ പരാജയപ്പെടും. ആ സഭയിലെ വിശ്വാസികൾ ഉയർച്ചയിലേക്ക് പോകും. അവരെ തകർക്കാൻ കഴിയത്തില്ല. അതിനകത്ത് രോഗമുണ്ടാകത്തില്ല, ദുഃഖമുണ്ടാകത്തില്ല. രോഗം വന്നാൽ പ്രാർത്ഥിച്ചാൽ അത്ഭുതം നടക്കും. ആ സഭ പ്രാർത്ഥിക്കുന്നിടത്ത് ഭയങ്കര ഡെലിവറൻസുകൾ നടക്കും. ആ സഭയിൽ പുതിയ പുതിയ വിശ്വാസികൾ വരും. ആമേൻ. യേശുവിനെ അറിയാത്തവർ യേശുവിനെ ആ സഭ മുഖാന്തരം അറിയും. ആമേൻ. എന്നാൽ പിശാചിന് തന്നെ അത് അറിയാവുന്നത് കൊണ്ട് ചില വ്യക്തിയിൽ കൂടെ പിശാച് കയറിയിട്ട് സഭയെ ഡിവൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നു, സഭയെ വിഭജിക്കുന്നു. പാസ്റ്റർ ഒരു പക്ഷത്ത്, കമ്മിറ്റിക്കാർ ഒരു പക്ഷത്ത്, വിശ്വാസികൾ മറ്റൊരു പക്ഷത്ത്. ഇങ്ങനെ സഭയെ വിഭജിച്ച് നിർത്തുമ്പോൾ ഒരിക്കലും ഒരു ദൈവപ്രവൃത്തി ഉണ്ടാകത്തില്ല. അതാണ് യേശു പറഞ്ഞത്, ഒരു രാജ്യം തന്നെ ചിദ്രിച്ചാൽ എങ്ങനെ അതിന് നിലനിൽപ്പുണ്ടാകും? ഒരിക്കലും അതിന് നിലനിൽപ്പുണ്ടാകത്തില്ല. അതുകൊണ്ട് സഭയ്ക്ക് നിലനിൽപ്പ് വേണമെങ്കിൽ, സഭയ്ക്കകത്ത് ദൈവപ്രവൃത്തി നടക്കണമെങ്കിൽ വിഭജിക്കപ്പെടാതെ ഒരുമിക്കുന്ന അവസ്ഥയിലേക്ക് വരണം. സഭയ്ക്കകത്ത് യൂണിറ്റി വെളിപ്പെടണം. അത് പറയുക അല്ല, പൗലോസിന്റെ ക്രിസ്തു വിഭാഗിക്കപ്പെട്ടിരിക്കുന്നുവോ? പൗലോസ് നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടുവോ? അല്ല, പൗലോസിന്റെ നാമത്തിൽ നിങ്ങൾ സ്നാനം ഏറ്റുവോ? എന്റെ നാമത്തിൽ ഞാൻ സ്നാനം കഴിപ്പിച്ചുവെന്ന് ആരും പറയാതെ വണ്ണം ക്രിസ്പോസിനെയും ഗായോസിനെയും ഒഴികെ നിങ്ങളിൽ ആരെയും ഞാൻ സ്നാനം കഴിപ്പിക്കായികയാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഓർക്കണം, ഇതിനകത്ത് ചോദിക്കുക, ക്രിസ്തു വിഭാഗിക്കപ്പെട്ടിരിക്കുന്നുവോ? നോക്കണം, ഒരു ദൈവ മനുഷ്യന്റെ വേദന താൻ പങ്കിടുകയാ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ കൂടെ. അതേ വചനം ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുകയാണ്. ചർച്ചിനകത്തെ ഡിവിഷനുകൾ മാറട്ടെ. ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം ഡിനോമിനേഷൻ സഭകളെ അല്ലെങ്കിൽ ദൈവവിശ്വാസികളെ ഡിവൈഡ് ചെയ്യുന്നു. ഈ ഡിവിഷനുകളെല്ലാം മാറണം. കാരണം എല്ലാവരും കർത്താവിന്റെ മക്കളാണ്. പല സഭകളിലായിരിക്കും ഒരുപക്ഷെ ആരാധിക്കുന്നത്. എന്നാൽ ഈ ഡിനോമിനേഷൻ കൊണ്ടുവരുന്ന എല്ലാ ഡിവിഷനുകളും മാറട്ടെ. ഒരു മനസ്സോടെ ആരാധിക്കുവാൻ, തമ്മിൽ സ്നേഹിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ നമ്മുടെ സഭകൾക്കകത്ത് അത്ഭുതം നടക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ സ്നേഹം ആ തലമുറകളിലേക്ക് പകരപ്പെടട്ടെ. എന്റെ മകൻ ഞാൻ ചെയ്യുന്നത് കണ്ടാണ് പഠിക്കുന്നത്. ചില സമയത്ത് അവൻ ചെയ്യാറുണ്ട്, ഡാഡി ഇരിക്കുന്നത് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് അവൻ ഇരിക്കാറുണ്ട്, ഡാഡി കിടക്കുന്നത് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് അവൻ കിടക്കാറുണ്ട്, ഞാൻ പറയുന്നത് ഇങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഓരോ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. കാര്യം നമ്മുടെ തലമുറകൾ നമ്മളെ കണ്ടാണ് വളരുന്നത്. അതുകൊണ്ട് ഓർക്കണം,
ഒരുപക്ഷെ നിങ്ങൾ കമ്മിറ്റി മെമ്പർ ആയിരിക്കാം, നിങ്ങളൊരു ഭാരവാഹിത്വത്തിനകത്ത് നിങ്ങൾ ഇരിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങൾ അതിനകത്ത് നിന്നുകൊണ്ട് നിങ്ങൾ ക്ഷോഭിച്ച് നിങ്ങൾ വർത്തമാനം പറയുമ്പോൾ, ഒരാൾക്കെതിരെ നിങ്ങൾ വളരെ മോശമായി സംസാരിക്കുമ്പോൾ, അല്ല വളരെയധികം കോപിച്ചുകൊണ്ട് നിങ്ങൾ സംസാരിക്കുമ്പോൾ, നിങ്ങളുടെ തലമുറ നിങ്ങളെ വീക്ഷിക്കുകയാണ്, അവൻ നിങ്ങളെ കണ്ടുപഠിക്കുകയാണ്. അതേപോലെ നാളെ നിങ്ങളുടെ തലമുറയും നാളെ പുറത്ത് പബ്ലിക്കിൽ ചെയ്യാനിടയായി തീരും. പ്രിയമുള്ളവരെ, അരുത് അങ്ങനെ ചെയ്യരുത്. നിങ്ങൾക്ക് ദേഷ്യം വരുന്നുണ്ടെങ്കിൽ ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾ ദൈവത്തോട് അപേക്ഷിക്കുക, എന്റെ ദേഷ്യത്തെ മാറ്റിത്തരണം, എന്റെ കോപത്തെ മാറ്റിത്തരണം, എനിക്കത് വേണ്ട. സഭയ്ക്കകത്ത് അത് ഉപയോഗിക്കാതിരിക്കുക. ഒരാൾക്ക് നിങ്ങൾ പറയുന്നത് മനസ്സിലായില്ല, നിങ്ങൾ വിട്ടുകൊടുക്കുക. കർത്താവ് പറയുന്നത് ക്ഷമിക്കാനാണ് പറയുന്നത്. നിങ്ങൾ ആ വ്യക്തിയോട് ക്ഷമിക്ക്. അല്ല, ഒരു വ്യക്തിയുടെ ഭാഗത്ത് തെറ്റ് സംഭവിച്ചു, ക്ഷമിച്ചു കൊടുക്ക്. ആ വ്യക്തിയോട് സമാധാനത്തിൽ കാര്യങ്ങൾ സംസാരിക്കുക, സ്നേഹത്തിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. ഇനി നിങ്ങൾ പറയുന്നത് ആ വ്യക്തിക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ അത് വിട്ടുകളയുക. നിങ്ങൾ ആ വ്യക്തിയെ കർത്താവിന്റെ കയ്യിൽ ഏൽപ്പിക്കുക. കർത്താവ്, ഈ വിഷയം എനിക്ക് പരിഹരിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ കരത്തിൽ കൊടുക്ക്. ദൈവം അതിനെ പരിഹരിച്ച് തരും. നമുക്കറിയാം, സുവിശേഷങ്ങൾ നോക്കിയാൽ എത്രയെത്ര പ്രശ്നങ്ങളാണ് കർത്താവ് പരിഹരിച്ചു കൊടുത്തത്. എത്രയെത്ര വീടിനകത്തെ പ്രശ്നങ്ങൾ, രോഗത്തെ കർത്താവ് സൗഖ്യമാക്കി കൊടുത്തില്ലേ? എന്തെല്ലാം പ്രശ്നങ്ങളെയാണ് ദൈവം പരിഹരിച്ചു കൊടുത്തത്. എത്രയൊക്കെ പേരുടെ കണ്ണുനീരിനെ ഒപ്പി. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാം, സഭകൾ കണ്ണുനീർ ഒപ്പുന്ന സഭകളായി മാറണം. മറ്റുള്ളവരുടെ ജീവിതത്തിൽ കണ്ണുനീർ വിതയ്ക്കുവാനല്ല നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്, മറ്റുള്ളവരുടെ കണ്ണുനീരിനെ ഒപ്പുവാൻ, കരയുന്നവരെ ചേർത്ത് പിടിക്കുവാൻ, വിശ്വാസത്തിൽ ബലഹീനരെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവരെ ആത്മാവിൽ മുമ്പോട്ട് കൊണ്ടുപോകുവാൻ, മറ്റൊരുവനെ ആത്മീയമായി വളർത്തിയെടുക്കുവാൻ, യേശുവിനെ അറിയാത്തവന് യേശുവിനെ കൊടുക്കുവാൻ. ലോകത്തിന് യഥാർത്ഥ സ്നേഹം എന്തെന്ന് അറിയത്തില്ല, അത് നമ്മിലാണ് യഥാർത്ഥ സ്നേഹമുള്ളത്. ആ സ്നേഹത്തെ ലോകത്തിന് വെളിപ്പെടുത്തുന്നതാണ് നമ്മുടെ ശുശ്രൂഷ. ലോകത്തിൽ സ്നേഹത്തെ വെളിപ്പെടുത്തുന്നതാണ് നമ്മുടെ ശുശ്രൂഷ. അതാണ് കർത്താവ് നമുക്ക് കാണിച്ചു തന്നത്. അതാണ് പിതാവായ ദൈവം നമുക്ക് കാണിച്ചു തന്നത്. സ്വന്തം പുത്രനെ ആദരിക്കാതെ അവൻ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചത് എന്തുകൊണ്ടാ? അവൻ ലോകത്തെ സ്നേഹിച്ചത് കൊണ്ടാ. ലോകം നല്ലതായതുകൊണ്ടാണോ കർത്താവ് പിതാവായ ദൈവം ലോകത്തെ സ്നേഹിച്ചത്? ഒരിക്കലുമല്ല. ലോകം വളരെ മോശമായിരിക്കെ, വഷളായിരിക്കെ, അവർ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കെ, പിതാവിനോട് അനുസരണക്കേട് കാണിച്ചുകൊണ്ടിരിക്കെ, കർത്താവ് അതൊന്നും കണക്കാക്കാതെ പിതാവ് ലോകത്തെ സ്നേഹിച്ചു. മോശമായിരിക്കുമ്പോൾ തന്നെ, ദോഷികളായിരിക്കുമ്പോൾ തന്നെ നമ്മളെ സ്നേഹിച്ച മഹാസ്നേഹം, അതാണ് കർത്താവിന്റെ സ്നേഹം. അതേ സ്നേഹത്തിൽ വേണം നാം മറ്റുള്ളവരെ സ്നേഹിക്കാൻ. മറ്റുള്ളവൻ നല്ലതായതുകൊണ്ടല്ല നിങ്ങൾ അവനെ സ്നേഹിക്കേണ്ടത്. അവന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉള്ളപ്പോൾ, അവൻ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ അവനെ സ്നേഹിച്ച് അവനെ കരുതി, കർത്താവിന്റെ സ്നേഹം നിങ്ങൾ അവനിലേക്ക് പകരുമ്പോൾ അവൻ യേശുവിന്റെ സ്നേഹത്തെ തിരിച്ചറിയാനിടയായി തീരും. അവൻ ആ സ്നേഹത്തെ രുചിച്ചറിയാനിടയായി തീരും. നിങ്ങളിൽ കൂടെ ക്രിസ്തു വെളിപ്പെടാനിടയായി തീരും. മറ്റുള്ളവർ യേശുവിനെ അറിയാനിടയായി തീരും. അതുകൊണ്ട് ഇന്ന് ഞാൻ ഈ പറയുന്ന ഈ മെസ്സേജ് ചില ജീവിതങ്ങൾക്കിടയിൽ പരിവർത്തനം വരുത്തട്ടെ എന്ന് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുകയാണ്. ഇത് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. കാര്യം ജനങ്ങൾ തിരിച്ചറിയണം, മാറ്റം അനിവാര്യമാണ്. അല്ലെങ്കിൽ തലമുറകൾ നഷ്ടപ്പെട്ടു പോകും, തലമുറകൾ തകർന്നു പോകും. നിങ്ങൾ നോക്കി നിൽക്കെ നിങ്ങളുടെ തലമുറകൾ മറ്റ് അവസ്ഥയിലേക്ക് പോകുന്നത് നിങ്ങൾ കാണേണ്ടി വരും. അവർ യേശുവിനെ വിട്ട് മറ്റ് വിഭാഗങ്ങളിലേക്ക് പോകുന്നത് നിങ്ങൾ കാണേണ്ടി വരും. ആ വേദന ഭയാനകമായിരിക്കും. അന്ന് നിങ്ങൾ കരഞ്ഞിട്ട് കാര്യമില്ല, അന്ന് നിങ്ങൾ നെടുവീർപ്പിട്ടിട്ട് കാര്യമില്ല. നിങ്ങളുടെ തലമുറ നിങ്ങൾ പറയുന്നതിനപ്പുറം പോകുമ്പോൾ, നിങ്ങൾ വീണ് കിടന്ന് കരയുമ്പോൾ ഒരുപക്ഷെ ഒന്നും സംഭവിക്കത്തില്ല. ഇന്ന് നിങ്ങളുടെ സമയമാണ്. ഇത് ദൈവത്തിന്റെ ആത്മാവാണ് നിങ്ങളോട് പറയുന്നത്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഇന്ന് ഒരു മാറ്റത്തിന് വേണ്ടി തയ്യാറാകുക. ഇന്നൊരു മാറ്റം നമ്മുടെ സഭയ്ക്കകത്തും തുടങ്ങട്ടെ, നമ്മുടെ വ്യക്തി ജീവിതത്തിനകത്തും ഒരു മാറ്റം തുടങ്ങട്ടെ. കർത്താവ് അത്ഭുതം ചെയ്യാനിടയെത്തീരും, ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും വ്യക്തിയുടെ തലമുറകൾ ഇതുപോലെ അകന്നു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുകയാണ്. അവർ മടങ്ങി വരട്ടെ. ഏത് പ്രതിസന്ധിക്കകത്ത് നിങ്ങളെ കരുതുവാൻ, നിങ്ങളെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുവാൻ കർത്താവിന്റെ കരമുണ്ട്. അതുകൊണ്ട് മാനസാന്തരത്തിന് പുതിയ അനുഭവത്തിൽ കൂടെ നമുക്ക് കർത്താവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാം. എസ്പെഷ്യലി നമ്മുടെ തലമുറകൾക്ക് ദൈവസ്നേഹത്തെ പകർന്നു കൊടുക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുകയും അങ്ങനെ ഞാൻ നിങ്ങളെ ബ്ലസ് ചെയ്യുകയും ചെയ്യുകയാണ്. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. ഞാനൊരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഇന്ന് ഈ കേൾപ്പിച്ച ഈ ഒരു മെസ്സേജിനായി സ്തോത്രം ചെയ്യുന്നു. ചിലരുടെ ജീവിതത്തിനകത്ത് വലിയ പരിവർത്തനം ഉണ്ടാകുന്നതിനായി സ്തോത്രം. മനം തിരിഞ്ഞു വരട്ടെ പിതാവേ. ഭയങ്കര ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ.
മാനസാന്തരത്തിന്റെ അനുഭവം ഉണ്ടാകട്ടെ. കർത്താവ് ഏതെങ്കിലും വീടിനകത്ത്, കുടുംബത്തിനകത്ത് തലമുറകൾ അവർക്ക് മാറ്റം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അവർ കർത്താവിനെ വേണ്ട എന്ന് പറഞ്ഞ് ത്യജിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ, അവരൊക്കെ മടങ്ങി വരുന്ന ദിനങ്ങളായി തീരട്ടെ. ഞങ്ങളത് വിശ്വസിക്കുന്നു, ഞങ്ങളത് ഡിക്ലെയർ ചെയ്യുന്നു. അത്ഭുതത്തിന്റെ വഴികൾ ഈ ജനത്തിന് വേണ്ടി തുറക്കുന്നതിനായി സ്തോത്രം. അനേകർക്ക് ഇത് ബ്ലെസ്സിംഗ് ആയി തീരട്ടെ പിതാവേ. ഇതൊരു വലിയ ദൈവപ്രവൃത്തിയായി മാറണം. പരിശുദ്ധാത്മാവരോട് സംസാരിക്കണം. പരിശുദ്ധാത്മാവ് അവരുടെ ഹൃദയത്തോട് ഇടപെടുന്നതിനായി ഞാൻ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അത്ഭുതം നടക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി നിങ്ങൾ ശക്തമായി നിങ്ങൾ പ്രാർത്ഥിക്കുക. തലമുറകൾ നഷ്ടപ്പെട്ടു പോകരുത്. നാളെ അവർ ഇതിന്റെ നേതൃസ്ഥാനത്തേക്ക്, അവർ സുവിശേഷം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നവരായി മാറട്ടെ. അവർ ഈ ദൈവത്തിന്റെ വചനവും പിടിച്ചുകൊണ്ട് പല രാജ്യങ്ങളിൽ പോകുന്നവരായി തീരട്ടെ, പല സംസ്ഥാനങ്ങളിൽ പോകുന്നവരായി തീരട്ടെ, അവർ അഭിഷേകം ചുമക്കുന്നവരായി തീരട്ടെ. അവരിൽ കൂടെ യേശുവിന്റെ സ്നേഹം മറ്റുള്ളവരിലേക്ക് ഒഴുകുന്നത് കാണാൻ നിങ്ങളെയും കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.